ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും അറിയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ഇൻ ദ തിയറിയോടൊപ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് ദ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊടുക്കണ്ടേ? ഇൻ ദ തിയറിയോടൊപ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൊടുക്കണ്ടേ? ആ, ഈ വരുന്ന എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം OMR എക്സാം ആണോ ഓർ ദ ഓൺലൈൻ എക്സാം ആണോ? സ്റ്റാഫ് നഴ്സ് ദ കേരള PC എക്സാം എഴുതാൻ പോകുന്ന ആൾ എഴുതാൻ പോകുന്ന എക്സാം OMR എക്സാം ആണോ ഓർ ദ ഓൺലൈൻ എക്സാം ആണോ? OMR അല്ലേ? എല്ലാവരും OMR അല്ലേ? OMR അല്ലേ? അല്ലെ OMR അല്ലേ? എല്ലാവരും OMR എക്സാം എഴുതാൻ ആണ്. എല്ലാവരും OMR എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതിന്റെ തിയറിയോടൊപ്പം തന്നെ ആദ്യം മുതൽ OMR എക്സാം എഴുതി പഠിക്കണ്ടേ ഈസി ആയിട്ട് പഠിക്കാനുമെങ്കിൽ ആദ്യം മുതൽ തന്നെ ഇതിന്റെ തിയറിയോടൊപ്പം ഓൺലൈൻ ആയിട്ട് ഒരു എക്സാം എഴുതുന്നതാണോ ഓർ OMR എഴുതുന്നല്ല നല്ലത്? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഓൺലൈൻ എക്സാം ആണോ നല്ലത് ഓർ OMR എക്സാം ആണോ നല്ലത്? പറയുക, എല്ലാവരും പറയുക. എല്ലാവരും ചുമ്മാ കിട്ടുന്ന കുറെ ഫ്രീ എക്സാംസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ പലയിടത്തും കിട്ടുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ അവിടെ നിങ്ങൾ എല്ലാവരും ചെയ്ത ഒരു തെറ്റുണ്ട്. കുറെ ഫ്രീ ഓൺലൈൻ എക്സാംസ് കിട്ടും. അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മുമ്പേ? ആരെങ്കിലും ഇതിന് മുമ്പായിട്ട് കുറെ ഓൺലൈൻ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു തെറ്റെന്താ? ഈ പറഞ്ഞ ഓൺലൈൻ എക്സാംസിന്റെ ഏറ്റവും വലിയൊരു തെറ്റെന്താ? ആ നിമിഷം ഇത് ക്ലിക്ക് വിടത്തില്ലേ? ആ നിമിഷം അത് അവരുടെ ഉത്തരം അത് ശരിയാണെങ്കിലും അത് തെറ്റാണെങ്കിലും അവിടെ ജസ്റ്റ് ഒരു ജസ്റ്റ് ക്ലിക്ക് വിടത്തില്ലേടെ? ഇല്ലേ? അല്ലേ? അവിടെ വേറെ ഒന്നും ചിന്തിക്കാറില്ല. അതേസമയം ശരിക്കും ഒരു എക്സാം എഴുതും പോലെ തന്നെ OMR തന്നെ നിങ്ങൾ ഇപ്പോൾ മുതൽ എക്സാം എഴുതി പഠിക്കണം. വേണ്ടേ? ആദ്യം മുതൽ ഇതിന്റെ തിയറിയോടൊപ്പം തന്നെ OMR എക്സാം എഴുതി പഠിക്കണം. OMR എക്സാം പ്രാക്ടീസ് ചെയ്തിരിക്കണം. അതിന്റെ കാര്യം എന്താ? എന്തുകൊണ്ടാ? ചിന്തിക്കാനുള്ള കഴിവ് കൂടെ കുറയും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് ഇത് ചിന്തിക്കാനുള്ള കഴിവ് കൂടെ കുറയും. നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവ് ആദ്യം ഫസ്റ്റ് കൂടുന്ന അതാണ്. അതേസമയം അതേ എക്സാം OMR അല്ല ഓൺലൈൻ എഴുതിയ കൂടെ അതേ എക്സാം ഓൺലൈൻ ആയിട്ട് എഴുതിയ കൂടോ ഇല്ല. അവിടെ ജസ്റ്റ് ഓരോ ആൻസറും ഓക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്തു. പക്ഷെ അത് തെറ്റായ ഒരു കാര്യമാണ്. ഞാൻ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. ഞാൻ ഒരിക്കലും ഓൺലൈൻ എക്സാമിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. എപ്പോഴും നിങ്ങൾ OMR കേരള PC എക്സാം എഴുതെങ്കിൽ OMR എക്സാം തന്നെ എഴുതണം. ഫസ്റ്റ് കാര്യം എന്താ? ഫസ്റ്റ് പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം എന്താ? നിങ്ങൾ ചിന്തിക്കാനുള്ള കഴിവ് കൂടുമല്ലേ? ആണോ അല്ലയോ? ഫസ്റ്റ് കാര്യം. ഇനി സെക്കൻഡ് കാര്യം എന്താ? ടൈം മാനേജ്മെന്റ് ആണോ? അത് രണ്ടാമത്തെ കാര്യം എന്താ? ടൈം മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കില്ലയോ? പറയണം. എല്ലാരും പറയണം. നിങ്ങൾ ടോട്ടൽ എക്സാം സമയം എത്രയാ? ടോട്ടൽ എക്സാം സമയം 100 ക്വസ്റ്റ്യൻ സമയമുണ്ട്. ടോട്ടൽ 100 ക്വസ്റ്റ്യന് സമയോടെ 90 മിനിറ്റ് ആണോ? 90 മിനിറ്റ് ആണോ? 90 മിനിറ്റ് ആണല്ലേ? 90 മിനിറ്റ് ആണ്. അപ്പോൾ ആ സമയം ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പോൾ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് അല്ലേ? ഒരു 90 മിനിറ്റും ടോട്ടൽ 100 ക്വസ്റ്റ്യനും 90 മിനിറ്റും 100 ക്വസ്റ്റ്യൻ ആകുമ്പോൾ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് കാര്യം നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവ് കൂടും. സെക്കൻഡ് ഏതാ? ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാനും സാധിക്കും. ഇനി ഒരു കാര്യം, സാധാരണയായിട്ട് നിങ്ങൾ വേറെ എവിടെ പോയാലും ഈ പറഞ്ഞ എക്സാം ഹാൾ ടിക്കറ്റ് വന്ന ശേഷമല്ലേ ഈ പറഞ്ഞ എക്സാം നടത്തുന്നത്? സാധാരണ വേറെ എവിടെ പോയാലും ഇത് ഹാൾ ടിക്കറ്റ് വന്ന ശേഷമാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തുടങ്ങുന്നത്. ശരിയാണോ അല്ലയോ? എല്ലാവർക്കും അറിയാം. പലയിടത്തും പഠിക്കുന്ന ആൾക്കാരാണ്, പലയിടത്തും പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞ എക്സാം ഹാൾ ടിക്കറ്റ് വന്ന ശേഷം ഈ പറയുന്ന കുറെ ഓൺലൈൻ എക്സാംസ് കിട്ടും, അറ്റൻഡ് ചെയ്ത് പോകും. അത് ശരിയല്ലേ?
അവിടെ പെടുന്ന ഒരു തെറ്റെന്താ? അവിടെ പെടുന്ന മിസ്റ്റേക്ക് എന്താ? ഇപ്പൊ എക്സാം ഹാൾ ടിക്കറ്റ് വന്ന ശേഷം നമ്മുടെ സ്വന്തം ആശ്വാസത്തിന് വേണ്ടി കുറെ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതിയോ? അവിടെ എക്സാം ഹാൾ ടിക്കറ്റ് വന്ന ശേഷം നമ്മുടെ സ്വന്തമായിട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി കുറെ ചോദ്യങ്ങൾ പഠിച്ചിട്ടും ഞാൻ പഠിപ്പിച്ചിട്ടും പോയ കാര്യമുണ്ടോ? നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്നതല്ലേ? നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്ന സംഭവം അല്ലേ? നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്നത് ഇത് മനസ്സിനെ തന്നെ പറഞ്ഞു പറ്റിക്കും. ഞാൻ പഠിച്ചു എന്ന് ഉറപ്പായി പോകുന്നത്. പക്ഷേ എന്റെ കുട്ടികൾ എപ്പോഴും ശരിയായിരിക്കണം. എന്റെ കുട്ടികൾ എപ്പോഴും ശരിയാവണമെങ്കിൽ എക്സാം നോട്ടിഫിക്കേഷൻ മുമ്പേ തന്നെ ആദ്യം മുതൽ തന്നെ ഇതിന്റെ തിയറിയോടൊപ്പം ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ശരിയല്ലേ? 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 ആണോ? ശരിയാണോ? അല്ലേ? ശരിയാണോ? അല്ലേ? ശരിയാണ്. അവിടെ ഏറ്റവും ഫസ്റ്റ് എത്ര കിട്ടുന്ന അറിയാമോ? ഈ പറഞ്ഞ ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് ഏറ്റവും ആദ്യം എത്ര കിട്ടുന്ന അറിയാമോ? ഫസ്റ്റ് എത്ര കിട്ടണം? പറ. എല്ലാവരും ഫസ്റ്റ് എക്സ്പെക്ട് മാർക്ക് പറ. ഈ പറഞ്ഞ ഒരു എക്സാം എഴുതുമ്പോൾ ആദ്യം എത്ര കിട്ടണം? ഫസ്റ്റ് 0 കിട്ടട്ടെ. ഫസ്റ്റ് 0 കിട്ടുക. ഫസ്റ്റ് 0 തുടങ്ങുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, ഏറ്റവും ആദ്യം എന്താ 0-ൽ തുടങ്ങി വെക്കുക. ഫസ്റ്റ് 0 സ്റ്റാർട്ട് ചെയ്യുക. അത് 10 ആക്കുക. ആ 10-നെ 50 ആക്കുക. ലാസ്റ്റ് 50-നെ 100 ആക്കാൻ ശ്രമിക്കുക. എത്തൂടെ? അല്ലെ? സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരിക്കും. ഒന്നും ശരിയാവത്തില്ല. പക്ഷെ ഒരു നാൾ നിങ്ങൾ ശരിക്കും 100 എത്തത്തില്ലേ? എത്തോ? അതാണ് ഈ പറഞ്ഞ എക്സാം സീരീസ് ഉദ്ദേശിക്കുക കേട്ടോ. അതാണ് ഈ പറഞ്ഞ എക്സാം സീരീസോട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒരു 99% ആൾക്കാരും ഏറ്റവും അവസാനമാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ മുമ്പിൽ എത്തണം. അവിടെ നമ്മൾ എന്താ തിയറിയോടൊപ്പം തന്നെ ആദ്യം കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈ പറഞ്ഞ എക്സാംസിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇനി ഒരു കാര്യം, ഈ പറഞ്ഞ OMR ഷീറ്റ് എല്ലാം കിട്ടിയല്ലോ. ഈ പറഞ്ഞ സ്റ്റഡി ഗ്രൂപ്പിൽ അയച്ചെന്ന OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്തല്ലോടെ. ആർക്കും കിട്ടുകയാണെങ്കിൽ മെസ്സേജ് അയക്കുക. ഒരു 10 സെറ്റ് ക്വസ്റ്റ്യൻ OMR ആദ്യം പ്രിന്റ് എടുത്ത് വെക്കുക. ടുമോറോ ഈ പറഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ സ്ക്രീനിൽ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കും. അറ്റ് ടൈം അവിടെ എഴുതണം കേട്ടോ. ഈ പറഞ്ഞ RRB OMR അല്ല പറഞ്ഞ ഈ RRB OMR ആണോ? അവിടെ RRB OMR ആണോ? അത് ഓൺലൈനാണോ? ഓൺലൈനാണ്. RRBക്ക് ഓൺലൈനാണ്. ഓക്കെ. RRB ആൻഡ് ജിഗ്മർ ബോർഡ് എക്സാംസ് എല്ലാം ഓൺലൈനാണ്. നമ്മൾ കേരള PC എക്സാമിന് OMR ആണെന്ന കാര്യം ഓർമ്മിക്കുക. അടുത്ത കാര്യം, ഈ പറഞ്ഞ എക്സാം എഴുതി കഴിയുന്നത് ഫസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ OMR ഷീറ്റില്ലേ, ഫസ്റ്റ് നിങ്ങളുടെ എല്ലാവരും പ്രിന്റ് എടുക്കാൻ പറഞ്ഞ OMR ആദ്യം എന്ത് ചെയ്യും? നിങ്ങളുടെ പേരെഴുതത്തില്ലേ? ടുമോറോ നടത്താൻ പോകുന്ന എക്സാമിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? OMR ഷീറ്റിൽ നിങ്ങളുടെ പേരെഴുതും. പേര് എല്ലാവരും കൃത്യമായി എഴുതും. ആൻഡ് എക്സാം എന്താണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ തന്നെ ബബിൾ ചെയ്യണം. ശേഷം ഈ പറഞ്ഞ എക്സാം അവസാന ശേഷം നിങ്ങളുടെ പേരെഴുതി അപ്പോൾ തന്നെ എനിക്ക് അയക്കണം. ശരിയല്ലേ? അപ്പോൾ തന്നെ എനിക്ക് അയക്കണം. ശേഷം പിറ്റേ ദിവസം ആകുമ്പോൾ അതെല്ലാം കൃത്യമായി ഞാൻ കറക്ഷൻ ചെയ്ത ശേഷം ഇന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ. അടുത്ത ദിവസം തന്നെ അതെല്ലാം ഞാൻ തിരുത്തും. നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് ആൻസർ ഷീറ്റ് ഞാൻ തിരുത്തും. ഞാൻ തിരുത്തിയ ശേഷം നിന്റെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. ശേഷം അതിനടുത്ത ദിവസം ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഫുള്ളും നമ്മൾ ഡിസ്കഷൻ ചെയ്യും. ഓക്കെ അല്ലേ? പിറ്റേ ദിവസം ആകുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഷീറ്റ് എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഡിസ്കഷൻ ചെയ്യും. അതും വേറെ ഡിസ്കഷൻ അല്ല. ഇപ്പൊ ഒരു ക്വസ്റ്റ്യനും അതിന്റെ 4 ഓപ്ഷൻ അടക്കം, ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ അടക്കം ഫുള്ളായിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അവിടെ പഠിച്ചു പോകും. അപ്പോൾ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ തിരുത്താനുള്ള സമയം കിട്ടും. ശരിയല്ലേ? ഒരു തെറ്റ് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് തിരുത്താനുള്ള സമയം കിട്ടും, സാധിക്കും. ഏറ്റവും ആദ്യം അതെല്ലാം കിട്ടും. ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? ഇൻ ദ തിയറിയോടൊപ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷന് കൊടുത്ത് എല്ലാവരും ചെയ്യോടെ? അല്ലെ? ചെയ്യുമോ? ഇതാണ് ഫസ്റ്റ് 3 മാസത്തെ പ്ലാൻ. ഫസ്റ്റ് 3 മാസത്തെ പ്ലാൻ ഇതാണ്. ഫസ്റ്റ് 3 മാസം കൊണ്ട് തന്നെ ഏകദേശം 50-ഓളം ക്വസ്റ്റ്യൻ അവിടെ ഡിസ്കസ് ചെയ്യുക.
അതിന്റെ കൂടെ തന്നെ തിയറി കൂടെ പഠിക്കുക. അല്ലാതെ ഏറ്റവും അവസാനം കൊണ്ടുവച്ച് കുറെ സെറ്റ് ക്വസ്റ്റ്യനും പഠിച്ചിട്ട് പോയാൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഏറ്റവും അവസാനം കൊണ്ട് കുറെ ക്വസ്റ്റ്യൻ കാണാൻ പഠിച്ച കാര്യമുണ്ടോ? ഉണ്ടോ? ഏറ്റവും അവസാനം കുറെ ക്വസ്റ്റ്യൻ സീരീസ് വായിച്ചു പോയാലോ കാണാൻ പഠിച്ചൊരു കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് 3 മാസം കൊണ്ട് മാക്സിമം എക്സാംസ് OMR തന്നെ എഴുതി നിങ്ങൾ പഠിക്കും. ഞാൻ കറക്ഷൻ ചെയ്യും. ഫസ്റ്റ് മാർക്കുകൾ വളരെ കുറവായും കുഴപ്പമില്ല. പതിയെ പതിയെ നിങ്ങളെല്ലാം ഫസ്റ്റിലോട്ട് എത്തും. ഇത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇത് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇതുപോലെ ചെയ്യുന്ന നിങ്ങളുടെ ഇപ്പൊ നിങ്ങളുടെ സ്റ്റാഫ് നേഴ്സ് അല്ലേ, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക, ഇതുപോലെ ചെയ്യുന്ന വേറെ എവിടെ ഉണ്ടെന്ന് ചോദിക്കുക. നിങ്ങൾ എല്ലാവരും സ്റ്റാഫ് നേഴ്സ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആൾക്കാർ. ഇതുപോലെ ചെയ്യുന്നവര് വേറെ എവിടെയും പഠിപ്പിച്ചതെന്ന് ചോദിക്കുക. നിങ്ങളെ പഠിപ്പിക്കുന്ന വേറെ എവിടെയെങ്കിലും ചോദിക്കുക. ഇതുപോലെ ചെയ്യുന്ന വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് പറയാൻ അറിയിക്കുക. ഓക്കെ? ഉണ്ടോ? എവിടെ ഇല്ല, വേറെ ഒരിടത്തില്ല. ഒരിടത്തും നോക്കണ്ട. ഇതുപോലെ വേറെ ഒരിടത്തും കാണത്തില്ല. അവർ കുറെ തിയറി മാത്രം പഠിപ്പിക്കുക. നിങ്ങൾ വേണമെങ്കിൽ പഠിക്കുക. ശരിയല്ലേ? വേണമെങ്കിൽ പഠിക്കുക. അത് നിങ്ങളുടെ ആവശ്യമായി പോയി, നിങ്ങളുടെ ആവശ്യമല്ലേ പറയത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ വിജയം ഇത് എന്റെയും കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ തന്നെ എല്ലാവരും പഠിക്കുക. എല്ലാവരും ഫസ്റ്റ് 10 സെറ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും പ്രിന്റ് എടുക്കുക. OMR ഷീറ്റ് പ്രിന്റ് എടുക്കുക. നാളെ മുതൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് എല്ലാവരും അറ്റൻഡ് ചെയ്യും. ഈ പറഞ്ഞ മാർക്ക് നോക്കേണ്ട ആവശ്യമില്ല. ശേഷം അതെല്ലാവരും ഡിസ്കഷനും ചെയ്യും. ഓക്കെ അല്ലേ? ഇഷ്ടമുള്ള പ്ലാനുണ്ട്. സ്റ്റഡി പ്ലാൻ ഒരുപാടുണ്ട്. സ്റ്റഡി പ്ലാൻ ഒക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവരും മനസ്സിലായോ? ഇതിൽ ഏറ്റവും പുതിയ ആൾക്കാർക്ക് മനസ്സിലായോ? പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും മനസ്സിലായി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ കമ്മ്യൂണിറ്റി അല്ലേ? ഇറ്റ്സ് ഡ്യൂട്ടി ആണെങ്കിൽ അത് പിന്നെ എനിക്ക് അയച്ചാൽ മതി. ടൈം ഓഫ് ഡ്യൂട്ടി സമയമാണെങ്കിൽ അതെനിക്ക് അറ്റൻഡ് ചെയ്ത് പിന്നീട് എനിക്ക് അയച്ചു തന്നാൽ മതി. നിങ്ങളെല്ലാം എനിക്ക് അയച്ചു തരണം. അതല്ല കാര്യം കേട്ടോ. നിങ്ങളെല്ലാം എനിക്ക് അയച്ചു തരണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അയക്കുമോ? പറ എല്ലാരും അയക്കും. യെസ്, അയക്കും. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് കണ്ടുകൊടുക്കുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് അല്ലേ കണ്ടുകൊണ്ടിരുന്നത്? അല്ലേ? അതിൽ ഏറ്റവും അവസാനം എതിരെ കണ്ടു? ഏറ്റവും അവസാനം എതിരെ കണ്ടു? അത് വില്ലേജ് ലെവൽ അല്ലേ? അടുത്ത വില്ലേജ് ലെവൽ എന്തൊക്കെ പഠിച്ചു? എല്ലാരും പറയുക, അടുത്ത വില്ലേജ് ലെവൽ എന്തൊക്കെയാണ് പഠിച്ചത്? എന്തൊക്കെ പഠിച്ചു? അടുത്ത വില്ലേജ് ലെവൽ എന്തൊക്കെ പഠിച്ചു? ഓരോന്നായിട്ട് പറഞ്ഞു. ആശാ വർക്കർ പഠിച്ചു. അന്ത വില്ലേജ് ഹെൽത്ത് ഗൈഡ് പഠിച്ചു. അതെല്ലാം കൂടെ സ്പീഡിൽ പറഞ്ഞിരട്ടെ. സ്പീഡിൽ പറഞ്ഞിരട്ടെ. ഒന്ന് കേൾക്കാവോ എല്ലാവരും? യെസ്, തയ്യാറാണല്ലേ? എല്ലാവരും കേൾക്കാൻ വേണ്ടി തയ്യാറാണ്. സോ ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് അന്ന് നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? അറ്റ് ദ ലെവൽ ഓഫ് ദ ഹെൽത്ത് കെയർ ആണോ? ഇന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ടോപ്പിക് ഏതാ? അറ്റ് ദ ലെവൽ ഓഫ് ദ ഹെൽത്ത് കെയർ അല്ലേ? അതിൽ ഇസ് ദ പ്രൈമറി ഹെൽത്ത് കെയർ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിൽ ഇൻ ദ പ്രൈമറി ഹെൽത്ത് കെയർ പഠിച്ചുകൊണ്ടിരുന്നത്. ശരിയല്ലേ? സോ ദ പ്രൈമറി ഹെൽത്ത് കെയർ പ്രധാനമായിട്ട് എത്ര ടൈപ്പ് ഉണ്ട്? സോ ദ പ്രൈമറി ഹെൽത്ത് പ്രധാനമായിട്ട് എത്ര ടൈപ്പ് ഉണ്ട്? 3 ലെവലുണ്ട്. ഏതൊക്കെയാ? അറ്റ് ദ വില്ലേജ് ലെവൽ. ശരിയല്ലേ? അറ്റ് ദ വില്ലേജ് ലെവൽ പറഞ്ഞേ. സബ് സെന്റർ ലെവൽ വേറെ. At the village level and the PHS അല്ലേ? The PHSC and the sub center and the village level എന്നിങ്ങനെ 3 ടൈപ്പ് ഉണ്ടല്ലേ? 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ദ വില്ലേജ് ലെവൽ നോക്കിയപ്പോൾ
അതിൽ ഫസ്റ്റ് വില്ലേജ് ലെവൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? അതിൽ ഫസ്റ്റ് വില്ലേജ് ലെവലിൽ വരുന്ന സ്കീമുകൾ ഏതൊക്കെയാ? സ്കീമുണ്ട് ആർക്ക് പറയാം? ഫസ്റ്റ് സ്കീം ഏതാ? ഫസ്റ്റ് സ്കീം ഏതാ? ഫസ്റ്റ് ഏതാ വന്നത്? ഇത് വില്ലേജ് ഹെൽത്ത് ഗൈഡ് ആണോ? ഇത് വില്ലേജ് ഹെൽത്ത് ഗൈഡ് ആണോ? വില്ലേജ് ഹെൽത്ത് ഗൈഡ് പറഞ്ഞല്ലേ? സോ നോക്കാം എന്താ ഇത് വില്ലേജ് ഹെൽത്ത് ഗൈഡ് സ്കീം എന്ന് പറഞ്ഞ എന്താണ്? ഇത് ആദ്യമായി ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത വർഷമാണ് ഇമ്പോർട്ടന്റ്. 2 ഒക്ടോബർ 1977. ഇത് 2 ഒക്ടോബർ 1977 ഈ ഒരു വില്ലേജ് ഹെൽത്ത് ഗൈഡ് സ്കീം കൊണ്ടുവന്നത്. എന്തിനുള്ളതായത്? ഇത് എന്തിനുള്ള സ്കീമാ? എന്തിനു വേണ്ടിയാ വന്നത്? ഇതിന്റെ ഏറ്റവും വലിയ ഗോൾ എന്താ? അല്ലെങ്കിൽ ഇതിന്റെ എയിം എന്താ? എന്താ എയിം ചോദിക്കും. കേരള പി.എസ്.സി പ്രീവിയസ് ചോദ്യമായിരുന്നു. ഇത് വില്ലേജ് ഹെൽത്ത് ഗൈഡ് സ്കീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ എന്താ? ഇത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണോടെ? കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അല്ലേ? കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുള്ള ഇൻഡിവിജ്വലിനെയും ആൻഡ് ഫാമിലിയെയും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടുപോകണല്ലേ? ശരിയല്ലേ? അല്ലേടെ? അല്ലേ? ശരിയല്ലേ? ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഇപ്പൊ ഓരോ ഇൻഡിവിജ്വലിനെയും ഫാമിലിയെയും എല്ലാം കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൂടി പോകുക. ആരോഗ്യത്തിന് വേണ്ടിയല്ലേ? അവരുടെ ഇത് സ്വന്തം ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഈ പറഞ്ഞ വില്ലേജ് ഹെൽത്ത് ഗൈഡിനെ കൊണ്ട് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ നിലനിർത്തുക എന്ന് പറഞ്ഞു വന്ന സ്കീം ഏതാ? വില്ലേജ് ഹെൽത്ത് ഗൈഡ് സ്കീം അല്ലേ? സോ ദ വില്ലേജ് ഹെൽത്ത് ഗൈഡ് സ്കീം വന്ന വർഷം പ്രീവിയസ് ഇയർ കേരള പി.എസ്.സി ക്വസ്റ്റ്യൻ ഏത് വർഷം? 2 ഒക്ടോബർ 1977 അല്ലേ? ശരിയല്ലേ? ആരാണ് ആ സമയത്തൊക്കെ 1977 കാലഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ വില്ലേജ് ഹെൽത്ത് ഗൈഡ് എന്ന് പറയുമ്പോൾ ഫീമെയിൽ ആയിരുന്നോ മെയിൽ ആയിരുന്നോ? മെയിൽ ആയിരുന്നോ? ഇത് മെയിൽ അല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ 1977 ഇത് മെയിൽ ആയിരുന്നു. ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറഞ്ഞ വില്ലേജ് ഹെൽത്ത് ഗൈഡ് എന്ന് പറയുന്നത് ഇത് മെയിലിനെ മാറ്റി ഫീമെയിലിൽ കൊണ്ടുവന്ന വർഷം ഏതാ? ഏത് വർഷം? 1986 അല്ലേ? മറക്കരുത്. 1986 ഇൻ ദ മെയിൽ വില്ലേജ് ഹെൽത്ത് ഗൈഡിനെ മാറ്റിക്കൊണ്ട് 86 ഫീമെയിൽ വില്ലേജ് ഹെൽത്ത് ഗൈഡ് വന്നല്ലേ? ശരിയല്ലേ? ഫീമെയിൽ ഹെൽത്ത് ഗൈഡ് വന്നു. ഫീമെയിൽ ഹെൽത്ത് ഗൈഡ് വന്നു. ശരിയാണോ? ശരിയാണ്. ഇത്രയും ക്ലിയർ ആയി? ഒരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് കെയർ ഇമ്പോർട്ടൻസ് കൊടുത്തത് കമ്മിറ്റി ഏതാ? അത് ഏത് കമ്മിറ്റിയാണ്? ഇത് പ്രൈമറി ഹെൽത്ത് കെയർ ഇമ്പോർട്ടൻസ് കൊടുത്ത കമ്മിറ്റി അത് ഏത് ബേസിസാണ്? ഏത് ബേസിസാണ്? ദ ബോർ കമ്മിറ്റി. ശരിയല്ലേ? അല്ലേ? ദ ബോർ കമ്മിറ്റി അല്ലേ? ആണോ അല്ലയോ? എല്ലാരും പറയണം. എല്ലാവരും പറയണം. ദ ബോർ കമ്മിറ്റിയാണ്. ഒരു ചോദ്യം സ്പെസിഫിക് ആയിട്ട് ഇവിടെ ചോദിക്കും. ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബേസിക് ഹെൽത്ത് വർക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മിറ്റി ആരാ? ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബേസിക് ഹെൽത്ത് വർക്കറിനെ അല്ലെങ്കിൽ ബേസിക് ഹെൽത്ത് സർവീസ് ആരാണ്? ബേസിക് ഹെൽത്ത് വർക്കർ ആണെങ്കിൽ ചദ്ദ കമ്മിറ്റി അല്ലേ? ബേസിക് ഹെൽത്ത് സർവീസ് ആണെങ്കിൽ ചദ്ദ കമ്മിറ്റി. അതേസമയം ബേസിക് ഹെൽത്ത് സർവീസ് ആണെങ്കിലോ ആരായിരിക്കും? ശ്രീവാസ്തവ കമ്മിറ്റിയിൽ. മറക്കരുത്, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബേസിക് ഹെൽത്ത് സർവീസസ് കൊണ്ടുവന്ന കമ്മിറ്റി ആരാണ്? ഇപ്പൊ പഠിക്കണം, എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യമാണ്. ശ്രീവാസ്തവ കമ്മിറ്റി അല്ലെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബേസിക് ഹെൽത്ത് സർവീസ് വന്നാരാ? സർവീസ് അനുവദിച്ച കമ്മിറ്റി. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബേസിക് ഹെൽത്ത് സർവീസ് അനുവദിച്ച കമ്മിറ്റി ആരാ? ശ്രീവാസ്തവ അല്ലേ? അല്ലേ?
ആ ഒരു ചെറിയ വാക്കാണ്. ദ ബേസിക് ഹെൽത്ത് സർവീസ് കൊണ്ടുവന്ന കമ്മിറ്റി ശ്രീവാസവയാണെങ്കിൽ ദ ബേസിക് ഹെൽത്ത് സർവീസ് പഠിച്ചു. ദ ബേസിക് ഹെൽത്ത് വർക്കർ ആരാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദ ബേസിക് ഹെൽത്ത് വർക്കറിനെ കൊണ്ടുവന്ന കമ്മിറ്റി ആരാണ്? ശ്രദ്ധ കമ്മിറ്റി. അല്ല, ജസ്റ്റ് ഒരു വാക്ക് വ്യത്യാസമല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒരു വാക്കിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ആണോ അല്ലയോ? ഒരു ഒറ്റ വാക്കിന് വ്യത്യാസമല്ലോ. മാറിപ്പോ ഇത് മാറിപ്പോ. ഇതേ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് ദ ബേസിക് ഹെൽത്ത് വർക്കർ കൊണ്ടുവന്ന കമ്മിറ്റി ഏതാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദ ബേസിക് ഹെൽത്ത് വർക്കറിനെ കൊണ്ടുവന്നു. ദ വർക്കർ ആണെങ്കിൽ ശ്രദ്ധ കമ്മിറ്റി. എല്ലാവരും പറയണേ. നിങ്ങൾ പറഞ്ഞു പഠിക്കേ. ശ്രദ്ധ കമ്മിറ്റി. ആൻഡ് ദ ബേസിക് ഹെൽത്ത് സർവീസ് കൊണ്ടുവന്ന കമ്മിറ്റി ഏതാ? ശ്രീവാസ്തവ. ദ ബേസിക് ഹെൽത്ത് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നാരാ? ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ദ ബേസിക് ഹെൽത്ത് എന്ന കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഫസ്റ്റ് അത് ദ ബോർ കമ്മിറ്റി അല്ലേ? വ്യത്യാസം പഠിച്ചോ? ആദ്യമായിട്ട് ദ ബേസിക് ഹെൽത്തിന്റെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നാരാ? കൺസെപ്റ്റ് കൊണ്ടുവന്നത് ബോറാണ്. ദ കൺസെപ്റ്റ് വന്നത് ബോറാണ്. ഇനി ദ ബേസിക് ഹെൽത്ത് സർവീസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ദ ബേസിക് ഹെൽത്ത് സർവീസ് ആരാ? സർവീസ് ഇമ്പോർട്ടന്റ്. ശ്രീവാസവ. ഇനി ദ ബേസിക് ഹെൽത്ത് ദ വർക്കർ എന്ന് പറയുമ്പോൾ ആരാ? ബേസിക് ഹെൽത്ത് വർക്കർ എന്ന് പറയുമ്പോൾ ആരാ? ശ്രദ്ധ കമ്മിറ്റി അല്ലേ? ശ്രദ്ധ കമ്മിറ്റി. ഈ 3 ക്വസ്റ്റ്യനും എപ്പോഴും തെറ്റിപ്പോവാറുണ്ടോ? എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ പഠിച്ചോ? ഇത്രേ ഉള്ളു കാര്യം. ഇപ്പൊ പഠിക്കുക. അല്ലെങ്കിൽ എന്താ മിസ്റ്റേക്ക് ആവുന്ന കാര്യമല്ലേ? തെറ്റിപ്പോകുന്ന കാര്യമാണ്. യെസ്. ഇതെല്ലാം പഠിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇത് പഠിച്ചു. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഈ പറഞ്ഞ വില്ലേജ് ഹെൽത്ത് ഗൈഡ് സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവർ ആ പറഞ്ഞ കമ്മ്യൂണിറ്റിയുള്ള ആളായിരിക്കണോ? അവർ ആ പറഞ്ഞ ഇത് വില്ലേജ് ഹെൽത്ത് ഗൈഡ് എന്ന് പറയുമ്പോൾ അതേ കമ്മ്യൂണിറ്റി ഉള്ള ആളായിരിക്കണോ? വില്ലേജ് ഹെൽത്ത് ഗൈഡ് എന്ന് പറയുമ്പോൾ അതേ കമ്മ്യൂണിറ്റി ഉള്ള ആളായിരിക്കണം. ചോദ്യം സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം വരും. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താ? അതേ കമ്മ്യൂണിറ്റി ഉള്ള ആളായിരുന്നാൽ മാത്രം പോരാ. 6ാം ക്ലാസ് ആണോ? 6ാം ക്ലാസ് ആണല്ലേ? 6ാം ക്ലാസ് ആണ്. എന്താണ് ഒരു വില്ലേജ് ഹെൽത്ത് ഗൈഡിന്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചാൽ എത്രയായിരിക്കും? വില്ലേജ് ഹെൽത്ത് ഗൈഡ് ആണെങ്കിൽ 6ാം ക്ലാസ് അല്ലേ? ആണോ? 6ാം ക്ലാസ് ആണോ? 6ാം ക്ലാസ്. ആശാ വർക്കർ ആണെങ്കിലോ? ആശ 8ാം ക്ലാസ് അല്ലേ? ആശയാണെങ്കിൽ 8ാം ക്ലാസ്. ഇനി ഫീമെയിൽ ഹെൽത്ത് വർക്കർ എത്രയാണ്? ഫീമെയിൽ ഹെൽത്ത് വർക്കർ ആണെങ്കിൽ 12 അല്ലേ? ദ +2 അല്ലെ? ഫീമെയിൽ ഹെൽത്ത് വർക്കർ ആണെങ്കിൽ ദ +2. സോ ചോദ്യം സ്പെസിഫിക് ആണ്. ചോദിക്കും ഇത് വില്ലേജ് ഹെൽത്ത് ഗൈഡിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എത്രയാ? 6ാം ക്ലാസ് ആണല്ലേ? ഇത് വില്ലേജ് ഹെൽത്ത് ഗൈഡ് ആണെങ്കിൽ ദ ബേസിക് ക്വാളിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ 6ാം ക്ലാസ് ആണ്. ആശാ വർക്കർ ആണെങ്കിലോ? 8ാം ക്ലാസ് വരെ പോയിരിക്കണം. ആൻഡ് ഫീമെയിൽ ഹെൽത്ത് വർക്കർ ആണെങ്കിലോ 12ാം ക്ലാസ് വരെ പോയിരിക്കണം. ഈ 3 ക്വസ്റ്റ്യനും സ്പെസിഫിക് ആണ്. എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട്. എഴുതുമല്ലോ. എഴുതും. യെസ്, എഴുതും. പിന്നെ വേറെന്താ പഠിച്ചത് ക്ലാസ്സിൽ? വേറെന്താ പഠിച്ചത്? വേറെ എന്താ പറഞ്ഞു തന്നത്? പറയുക. ഇവർ ഒരു ദിവസം എത്ര ദിവസം വർക്ക് ചെയ്യണം? ഒരു ദിവസം എത്ര ദിവസം വർക്ക് ചെയ്യണം? ഈ പറഞ്ഞ വില്ലേജ് ഹെൽത്ത് ഗൈഡ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? 2 മുതൽ
2 മുതൽ 3 മണിക്കൂർ അല്ലേ? 2 മുതൽ 3 മണിക്കൂർ വരെ വർക്ക് ചെയ്യണം. ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ചോദിക്കും എത്ര മണിക്കൂറാ? 2 മുതൽ 3 മണിക്കൂർ. ഇനി ഇവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടായിരുന്നോ? ഇവരുടെ ട്രെയിനിങ് പീരീഡ് എത്ര സമയമാണ്? ചോദ്യം വരും. എത്ര സമയം? എത്ര ട്രെയിനിങ്? ഒന്നുകിൽ 200 മണിക്കൂറല്ലേ? ഒന്നുകിൽ 200 മണിക്കൂർ അല്ലെങ്കിൽ 3 മാസം, അല്ലെ ഒന്നുകിൽ 200 മണിക്കൂർ അല്ലെങ്കിൽ 3 മാസം ഇവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്. ആരുടെ? വില്ലേജ് ഹെൽത്ത് ഗൈഡിന്റെ കാര്യം പറയുന്നത്. വില്ലേജ് ഹെൽത്ത് ഗൈഡ് ആണെങ്കിൽ ഒന്നുകിൽ 200 മണിക്കൂർ അല്ലെങ്കിൽ 3 മാസമാണ് ഇവരുടെ ട്രെയിനിങ് പീരീഡ്. സാലറി എത്രയാ? 250 രൂപയല്ലേ? 250 രൂപ പെർ മന്ത് ആണെങ്കിൽ 250 രൂപ. ഇനി ഒരു വർഷമാണെങ്കിലോ? ഒരു വർഷത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരു വർഷം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് സ്പെസിഫിക് അലവൻസ് കൊണ്ട് ചോദിക്കും. സ്പെസിഫിക് അലവൻസ് എന്ന് പറയുമ്പോൾ മെഡിക്കേഷൻ വാങ്ങിക്കാനോ സെപ്പറേറ്റ് എത്ര കൊടുക്കും? ചോദിക്കും. ഈ പറഞ്ഞ ഡ്രഗ് അലവൻസ് ചോദിക്കും. 600 രൂപയല്ലേ? 600 രൂപ കൂടുതൽ കൊടുക്കാറുണ്ട്. സോ ഇത്രയുമാണ് വില്ലേജ് ഹെൽത്ത് ഗൈഡിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എഴുതണം. ഒരു ചോദ്യം കൂടെ ഉണ്ട്. വില്ലേജ് ഹെൽത്ത് ഗൈഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര പോപ്പുലേഷനെ കവർ ചെയ്യും? ഒരു വില്ലേജ് ഹെൽത്ത് ഗൈഡ് 1000 പോപ്പുലേഷൻ അല്ലേ? ഒരു സിംഗിൾ വില്ലേജ് ഹെൽത്ത് ഗൈഡ് 1000 പോപ്പുലേഷനെ കവർ ചെയ്യും. മറക്കരുത്. 1977 പോപ്പുലേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു വില്ലേജ് ഹെൽത്ത് ഗൈഡ് എന്ന് പറയുമ്പോൾ 1000 പോപ്പുലേഷനെയാണ് കവർ ചെയ്യുന്നത്. എല്ലാവർക്കും വില്ലേജ് ഹെൽത്ത് ഗൈഡ് ക്ലിയർ ആയോ? ഇതിലത്തെ പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും എല്ലാം ക്ലിയർ ആയോ? ഇവിടെ ഞാൻ പറയാറുണ്ട്, ഇത് ഈ സമയം ചില കാര്യങ്ങൾ റിവിഷനായിട്ട് ഉപയോഗിക്കും അല്ലേ? ഈ ഒരു സമയം എക്സാം നോട്ടിഫിക്കേഷൻ മുമ്പുള്ള സമയം പഠിക്കുന്ന കാര്യം റിവിഷനായിട്ട് പഠിക്കുക മാക്സിമം. അല്ലെ ഒരു കാര്യം പഠിക്കുന്നു, അതിന് വീണ്ടും പഠിക്കുക. ഒരു കാര്യം പഠിക്കുന്നു, വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. അത് എപ്പോഴും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇതിനു മുമ്പ് എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ ഇന്ന് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. നിങ്ങൾ വേറെ എവിടെ പോയി നോക്കും, വേറെ എവിടെയായാലും എത്രയും പെട്ടെന്ന് പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയല്ല, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ വീണ്ടും പഠിച്ച് അതിനെ റിവൈസ് കൂടെ ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ? ഇനി ഒരു ഫംഗ്ഷൻ എന്താ? ഈ പറഞ്ഞ വില്ലേജ് ഹെൽത്ത് ഗൈഡ് ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ്. ചോദ്യം വരും, ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. വില്ലേജ് ഹെൽത്ത് ഗൈഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയായിരിക്കും? ഫംഗ്ഷൻ ഇപ്പൊ സർക്കാരിന്റെയും ഒരു കമ്മ്യൂണിറ്റിയുമായി തമ്മിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചറും ആൻഡ് സർക്കാരുമായിട്ടുള്ള കണക്ഷൻ ലിങ്കാര ചോദിക്കും. പേര് തന്നെ ഓർമ്മ, ലിങ്കേജ് ബിറ്റ്വീൻ അല്ലേ? ഒരു സർക്കാരും ആൻഡ് കമ്മ്യൂണിറ്റിയുള്ള ആളുകളുമായി തമ്മിലുള്ള ലിങ്കേജ് ആരും ചോദിച്ചാരാ? വില്ലേജ് ഹെൽത്ത് ഗൈഡ് അല്ലേ? ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. ലിങ്കേജ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റിയും ആൻഡ് ഗവൺമെന്റുമായിട്ടുള്ള ഒരു കണക്ഷൻ ആരും ചോദിച്ചാരാ? ആരുടെ കണക്ഷൻ? വില്ലേജ് ഹെൽത്ത് ഗൈഡ് അല്ലേ? വില്ലേജ് ഹെൽത്ത് ഗൈഡ് ആണ്. എന്താ ഫംഗ്ഷൻ എന്തൊക്കെയാ ഇവിടെ? ഫംഗ്ഷൻ ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ? ഫസ്റ്റ് എയ്ഡ് ഉണ്ടല്ലേ? ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ ഉണ്ടോ? മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ ഉണ്ടല്ലേ? ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ടോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ടല്ലേ? ചോദ്യം വരും, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് കാര്യം പറയാനുണ്ട്. ഒരു ചോദ്യം വരുന്നത് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈ പറഞ്ഞ ഒരു ചാപ്റ്റർ നമ്മൾ അടുത്ത ദിവസം ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ മാത്രം ഒരു ക്ലാസ്സിൽ പഠിക്കും. എന്തുകൊണ്ടാ? ഒരൊറ്റ വാക്കാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഒരൊറ്റ വാക്കില്ലേ? അതൊരു ക്ലാസ്സിൽ പഠിക്കണം.
ഒറ്റ ക്ലാസ് ഫുള്ളും ഇത് ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ ഓക്കെ. ഇവിടെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ജസ്റ്റ് പറഞ്ഞ ഫംഗ്ഷൻ എന്താ? ഹെൽത്ത് എഡ്യൂക്കേഷൻ വില്ലേജ് ഹെൽത്ത് കെയറിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. വേറെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഫംഗ്ഷൻ നെക്സ്റ്റ് വേറെ ഫംഗ്ഷൻ ഇല്ല. വേറൊന്നുമില്ലല്ലോ. ഇത് ആദ്യം കണ്ടു. ഇനി അടുത്ത ആളാരാ? ഫസ്റ്റ് വില്ലേജ് ഹെൽത്ത് ഗൈഡ് കണ്ടു. അടുത്ത ആളാരാ പറഞ്ഞത്? അടുത്ത ആളാരാ? ആശാ വർക്കറല്ലേ? ആശ ഫുൾ ഫോം എന്താ? ആശയുടെ ഫുൾ ഫോം എന്താ? ആശയുടെ ഫുൾ ഫോം is accredited social health ബാക്കി ആക്ടിവിസ്റ്റ് അല്ലേ? ആക്ടിവിസ്റ്റ്. ചോദ്യം വരുന്നത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചോദ്യം വരും. ആശാ വർക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏത് വർഷം? 2005. ആശാ വർക്കറിന്റെ വർഷം ഏതാ? 2005. ആ 2005 എന്ന് പറയുമ്പോൾ 2005 വേറൊരു പ്രത്യേകമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ ആണോ NRHM ആണോ വന്നത്? പറയണം. 2005 എന്ന് പറയുമ്പോൾ NRHM ആണോ നാഷണൽ ഹെൽത്ത് മിഷൻ ആണോ? NRHM ആണോ നാഷണൽ ഹെൽത്ത് മിഷൻ ആണോ? ഏതാണ്? ആർക്ക് പറയാം? ആരാ പറഞ്ഞു? എല്ലാരും പറയണ്ടേ? ചോദിക്കൂടെ? പറ. എല്ലാരും പറഞ്ഞു. NRHM അല്ലെ? NRHM വന്നു. അപ്പൊ ചോദിക്കട്ടെ, ഈ പറഞ്ഞ NHM വന്ന വർഷം ഏതാ? ഈ പറഞ്ഞ നാഷണൽ ഹെൽത്ത് മിഷൻ വന്ന വർഷം ഏതാ? 2015. നാഷണൽ ഹെൽത്ത് മിഷൻ വന്ന വർഷം ഏതാ? 2015. ആൻഡ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വന്ന വർഷം? റൂറൽ ഹെൽത്ത് 2005. 2 വർഷം. ഈ ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട്? ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. പലതും പ്രീവിയസ്. അന്ന് എല്ലാവർക്കും മിസ്റ്റേക്ക്. കാരണം എന്താ അറിയാമോ? ഇത് എല്ലാവർക്കും മിസ്റ്റേക്ക്. കാരണം എന്താ അറിയാമോ? ഇവിടെ വർഷം 2005 എന്നും 2015 എന്നും കാണുമ്പോൾ തെറ്റിപ്പോറില്ലേ? ശരിയല്ലേ? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 2005 2015 എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണ്. അവിടെ ഇരിക്കുമ്പോൾ കൺഫ്യൂഷൻ ആയി പോവും. സാർ 2005 ആണോ 2015 ആണോ? ഇത് കൺഫ്യൂഷൻ ആയി പോവും. സോ ഇപ്പൊ പറഞ്ഞേ, നാഷണൽ ഹെൽത്ത് മിഷൻ വന്ന വർഷം ഏത് വർഷം? നാഷണൽ ഹെൽത്ത് മിഷൻ 2015. അത് NRHM വന്ന വർഷം? NRHM ആണെങ്കിൽ 2005. ഒരു ചോദ്യം കൂടെ ഉണ്ട്. NUHM വന്ന വർഷം ഏതാ? NUHM വന്ന വർഷം ഏതാ? നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വന്ന വർഷം ഏതാ? നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വന്ന വർഷം ഏത് വർഷം? ആലോചിച്ച് പറയുക. എല്ലാവരും പറ. സമയം തരാം. 2000 എല്ലാവരും ആലോചിച്ച് പറയുക. 2000 പറയുക. ഇപ്പൊ പല ആൾക്കാരും ഈ പറയുന്ന സമൂഹം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പല ആൾക്കാരും ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആർക്ക് പറയാം? നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വന്ന വർഷം ചോദിക്കും. നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വന്ന വർഷം 2013 അല്ലേ? 2013 അല്ലേ? മറക്കോടെ ചോദിക്കൂ. നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വന്ന വർഷം 2013. നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റിയില്ലേ? എല്ലാവരും പറഞ്ഞ വർഷം 2017 അല്ലേ? എല്ലാവരും ചറപറ പറഞ്ഞ വർഷം 2017. പക്ഷെ അതല്ല, അത് 2013 ആണ്. 2013 നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വന്ന വർഷം.
2013. സോ ഞാൻ ഇവിടെ പഠിപ്പിച്ചപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം, ഈ സ്കീം, ഈ പറഞ്ഞ ആശാ വർക്കറുടെ സ്കീം കൊണ്ടുവന്ന വർഷം ഏത് വർഷം? ആശാ വർക്കറുടെ സ്കീം കൊണ്ടുവന്ന വർഷം 2005. അതേ വർഷം നാഷണൽ ഹെൽത്ത് മിഷൻ വന്ന വർഷം 2005. ചോദിക്കും, ഇപ്പൊ ആശാ വർക്കർ എപ്പോഴും ഈ പറഞ്ഞ നാഷണൽ ഹെൽത്ത് മിഷന്റെ കൂടെ വന്ന കേട്ടോ. ആശാ വർക്കർ എന്ന കൺസെപ്റ്റ് എപ്പോഴും നാഷണൽ ഹെൽത്ത് മിഷന്റെ കൂടെ വന്നതാണ്. ഇനി അത് NRHM വന്ന വർഷം ഏതാ? NRHM വന്ന വർഷം ഏതാ? NRHM ആണ് ഈ വർഷം 2005. 2005 ഏതൊക്കെയുണ്ട്? 2005 ഏതൊക്കെ പഠിക്കാനുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ. ഏതൊക്കെ പഠിക്കാം 2005? വർഷങ്ങൾ സെപ്പറേറ്റ് പഠിക്കും. ആശയുണ്ട്, NRHM ഉണ്ട് അല്ലേ? ആശയുണ്ട്, അതിന്റെ NRHM ഉണ്ട്. അപ്പോൾ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വന്ന വർഷം, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ വന്ന വർഷം 2013. ആൻഡ് നാഷണൽ ഹെൽത്ത് മിഷൻ വന്ന വർഷം, 2015. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പഠിച്ചോ. ഒരു വർഷം പഠിക്കാനുണ്ട്. അടുത്ത കാര്യം, ഇപ്പൊ ആശാ വർക്കർ എന്ന് പറയുമ്പോഴേ, ആശാ വർക്കറിന്റെ പ്രായം എത്രയാണ്? ആശാ വർക്കറിന്റെ പ്രായം എത്രയായിരിക്കണം? മിനിമം ഏജ് 25 തൊട്ട് 45 അല്ലേ? 45 ഇയേഴ്സിനകത്തായിരിക്കണം. ഇനി ആശാ വർക്കറിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എത്രയാ? ആശാ വർക്കർ ബേസിക് ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ് അല്ലേ? 8ാം ക്ലാസ് പഠിച്ചിരിക്കണം, പാസ്സായിരിക്കണം. 8ാം ക്ലാസ് ആശാ വർക്കർ പാസ്സായിരിക്കണം. ഇനി ആശാ വർക്കർ മാരീഡ് ആയിരിക്കണോ? ആശാ വർക്കർ മാരീഡ് ആയിരിക്കണോ? ആണോ? ആയിരിക്കണം. ആശാ വർക്കർ മാരീഡും ആയിരിക്കണം. ഇനി എത്ര പോപ്പുലേഷൻ കവർ ചെയ്യും? ഒരു സിംഗിൾ ആശാ വർക്കർ എത്ര പോപ്പുലേഷൻ കവർ ചെയ്യും? 1000 ആണോ? ഒരു സിംഗിൾ ആശാ വർക്കർ 1000 പോപ്പുലേഷനെ കൂടെ കവർ ചെയ്യും അല്ലെ? 1000 പോപ്പുലേഷനെ കവർ ചെയ്യും. ഇനി ആശാ വർക്കറിനെ, ഒരു ആശാ വർക്കറിനെ ഗൈഡ് ചെയ്യുന്ന ആരാ? ആശാ വർക്കർ ഗൈഡ് ചെയ്യും. ആര് ഗൈഡ് ചെയ്യും? അംഗൻവാടി വർക്കറാണോ? അംഗൻവാടി വർക്കർ ഒറ്റയ്ക്കാണോ? ആരാ? ഫീമെയിൽ ഹെൽത്ത് വർക്കർ അല്ലേ? ഫീമെയിൽ ഹെൽത്ത് വർക്കറും അംഗൻവാടി വർക്കറും കൂടെയാണ് ആരെ? ആശയെ കൺട്രോൾ ചെയ്യുന്നതല്ലേ? അല്ലെ? ആശയെ കൺട്രോൾ ചെയ്യുന്ന ആരൊക്കെ? ആശ എന്നൊരാളെ ആരെ കൺട്രോൾ ചെയ്യും? ഫീമെയിൽ ഹെൽത്ത് വർക്കറും അംഗൻവാടി വർക്കറും 2 പേരോടെ ചേർന്ന് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ആശ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ചോദ്യം വരും, ഈ പറഞ്ഞ ആശ ഇസ് അപ്പോയിന്റ്മെന്റ് ആരാ? ആശ ആര് അപ്പോയിന്റ് ചെയ്യും? പഞ്ചായത്താണോ? ആലോചിച്ച് പറയുക. ഇത് ഗ്രാമപഞ്ചായത്തല്ലേ? ആശാ വർക്കറിനെ അപ്പോയിന്റ്മെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്രാമപഞ്ചായത്തല്ലേ? അല്ലേടാ, ഇത് ഗ്രാമപഞ്ചായത്തല്ലേ? ആശ അപ്പോയിന്റ്മെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്രാമപഞ്ചായത്താണ്. ഇനി അംഗൻവാടി വർക്കർ ആരെ അപ്പോയിന്റ് ചെയ്യും? അംഗൻവാടി വർക്കർ ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യും? അംഗൻവാടി ആണെങ്കിൽ പഞ്ചായത്ത് അല്ലേ? അംഗൻവാടി വർക്കർ ആണെങ്കിൽ പഞ്ചായത്ത് അപ്പോയിന്റ്മെന്റ്, ശരിയല്ലേ? അംഗൻവാടി വർക്കർ ആണെങ്കിൽ പഞ്ചായത്താണ് അപ്പോയിന്റ്മെന്റ്, ശരിയല്ലേ? ആൻഡ് ഫീമെയിൽ ഹെൽത്ത് വർക്കറിനാണെങ്കിലോ? ഫീമെയിൽ ഹെൽത്ത് വർക്കറിന് ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യും? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫീമെയിൽ ഹെൽത്ത് വർക്കറിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. ഇവിടെ 3 ചോദ്യം വരും. ഇവിടെ കേരള PSC എക്സാം 3 ചോദ്യം വരും. ആശാ വർക്കറിനെ ആര് അപ്പോയിന്റ്മെന്റ് ചെയ്യും? ഇപ്പൊ പറഞ്ഞേ, ആശാ വർക്കറിനെ ആര് അപ്പോയിന്റ്മെന്റ് ചെയ്യും? അപ്പോയിന്റഡ് ബൈ പഞ്ചായത്ത് അല്ലേ? ആശാ വർക്കർ പഞ്ചായത്ത്. ആശാ വർക്കർ ആണെങ്കിൽ പഞ്ചായത്ത്. അംഗൻവാടി വർക്കർ അപ്പോയിന്റ് അംഗൻവാടി വർക്കർ അപ്പോയിന്റ് അംഗൻവാടി അതും പഞ്ചായത്തല്ലേ? ഇറ്റ്സ് അംഗൻവാടി വർക്കർ അപ്പോയിന്റ് ചെയ്യും. അംഗൻവാടി ആയാലും ആശ ആയാലും 2 പേരെയും
പഞ്ചായത്ത് അപ്പോയിന്റ്മെന്റ് ചെയ്യും. அந்த ഫീമെയിൽ ഹെൽത്ത് വർക്കറിനെ ആര് അപ്പോയിന്റ്മെന്റ് ചെയ്യും? ഫീമെയിൽ ഹെൽത്ത് വർക്കർ ആണെങ്കിൽ ആര് അപ്പോയിന്റ് ചെയ്യും? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യും അല്ലേ? മറക്കരുതേ. ചോദിച്ചെഴുതലൂടെ, ചോദിച്ചെഴുതലൂടെ. ഇത്രയും പഠിച്ചല്ലോ, ഇത്രയും പഠിച്ചോ, പഠിച്ചോ. ഇതൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കാൻ പറ്റും. ഇതൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കൺഫ്യൂഷൻ ആവത്തില്ലേ? കൺഫ്യൂഷൻ ആയി പോകും. എന്താണ് തെറ്റിപ്പോവും. ശരിയല്ലേ? ശരിയാ. ഇനി ഇപ്പൊ ആശ പറഞ്ഞ ഫംഗ്ഷൻ എന്തൊക്കെയാ? ആശ എന്ന ആളുടെ ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ ഓഫ് ആശ. ആശയുടെ ഫംഗ്ഷൻ, ആശയുടെ ഫംഗ്ഷൻ ആർക്ക് പറയാം? ആശയുടെ ഫംഗ്ഷൻ പറഞ്ഞേ. ആശയ്ക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ട്? ആശ എന്തൊക്കെ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്? ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ന്യൂട്രീഷൻ ആൻഡ് ദ ബേസിക് സാനിറ്റേഷൻ ഉണ്ടോ? ആൻഡ് ദ ബേസിക് സാനിറ്റേഷൻ, ന്യൂട്രീഷൻ ഉണ്ട്. ആൻഡ് ദ ഹൈജീൻ പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞെടുക്കാറുണ്ട്. ഇനി എത്ര പോപ്പുലേഷനില്ല ആശയുള്ളത്? ഇനി എത്ര പോപ്പുലേഷൻ ആശയുള്ളത്? 1000 ആണോ, 5000 ആണോ, 500 ആണോ? 1000 അല്ലേ? 1000 അല്ലേ? 1000 അല്ലേ? ആ. ആൻഡ് ദ സേഫ് ഡെലിവറിയെ കുറിച്ച് പറഞ്ഞെടുക്കാറുണ്ടോ ആശ? ആശയുടെ ഫംഗ്ഷനകത്ത് സേഫ് ഡെലിവറി ഉണ്ടോ? ആശയുടെ ഫംഗ്ഷനകത്ത് ദ സേഫ് ഡെലിവറി ഫംഗ്ഷൻ ഉണ്ടോ? ദ കൗൺസിലിംഗ് കൊടുക്കുക, ദ സേഫ് ഡെലിവറിക്ക് വേണ്ടി കൗൺസിലിംഗ് കൊടുക്കുക. അല്ലാതെ ദ ഡെലിവറി എടുക്കുന്നതാണോ ആശ? അല്ലാതെ ചോദ്യം വായിക്കുക, ദ ഡെലിവറി എടുക്കുന്ന ആളാണോ ആശ? പറയട്ടെ. ആശ എന്ന് പറയുമ്പോൾ ദ ഡെലിവറി എടുക്കുന്ന ആളാണോ? അല്ല. അതിന് ഇൻഫർമേഷൻ പറഞ്ഞു വിടുന്ന ആളല്ലേ? അത് എങ്ങനെയൊക്കെ വേണം, അതിനെ കുറിച്ച് ഫീമെയിൽ വുമണിന് ദ കൗൺസിലിംഗ് കൊടുക്കുന്ന ആളാണ് ആശ. അല്ലാതെ പോയി ദ ഡെലിവറി എടുക്കുന്ന ആളല്ല ആശ. മാറിപ്പോരുത്. അപ്പം ദ സേഫ് ഡെലിവറിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആൻഡ് ദ ഡെലിവറിക്ക് ശേഷം ദ ബ്രസ്റ്റ് ഫീഡിങ് കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ആൻഡ് ദ ഡെലിവറിക്ക് ശേഷം ദ ബ്രസ്റ്റ് ഫീഡിങ് കുറിച്ച് വുമണിന് കൗൺസിലിംഗ് കൊടുക്കാറുണ്ടോ? ഉണ്ട്. ആശ വർക്കർ വീട്ടിൽ വന്നിട്ടുണ്ടോ? ആശ വർക്കർ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. ശേഷം ഫസ്റ്റ് ആശാ വർക്കർ എപ്പോഴും ഡെലിവറിയെ കുറിച്ച് പറഞ്ഞു തരും. ശേഷം ഈ പറഞ്ഞ കുട്ടി ജനിച്ച ശേഷം എന്താണ് ആശാ വർക്കർ വന്ന് എന്ത് ചെയ്ത് ഈ പറഞ്ഞ ബ്രസ്റ്റ് ഫീഡിനെ കുറിച്ച് പറഞ്ഞു, ശരിയല്ലേ? ഈ ബ്രസ്റ്റ് ഫീഡിനെ കുറിച്ച് പറഞ്ഞു തരും. ശേഷം പറയാറുണ്ടോ? വേറെ എന്തെങ്കിലും പറയാറുണ്ടോ? ഇമ്മ്യൂണൈസേഷൻ കുറിച്ച് പറയാറുണ്ടോ? ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് പറയാറുണ്ടോ? ഫസ്റ്റ് കുട്ടി ജനിച്ച ശേഷം ഇമ്മ്യൂണൈസേഷൻ പറഞ്ഞു തരാറില്ലേ? ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് പറഞ്ഞു തരും അല്ലേ? ഈ പറഞ്ഞ ഇമ്മ്യൂണൈസേഷൻ അവയർനെസിനെ കുറിച്ചെല്ലാം പറഞ്ഞു തരും. ഇമ്മ്യൂണൈസേഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ഇനി വേറൊരു കുട്ടി വേണ്ട എന്ന് പറഞ്ഞു തരാൻ വരാറുണ്ടോടെ? വേറൊരു കുട്ടി വേണ്ട എന്ന് പറയാൻ വേണ്ടി എന്ത് വരും? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ച് ആശ വന്ന് വീട്ടിൽ പറഞ്ഞു തരും. ഫാമിലി പ്ലാനിങ് ചെയ്യുക അല്ലേ? ശരിയല്ലേ? അതും പറഞ്ഞു തരും. ഈ ആശാ വർക്കറുടെ കയ്യിൽ എപ്പോഴും കുറച്ച് ടാബ്ലറ്റ് കാണും. എന്തൊക്കെ അറിയാമോ? പാരസെറ്റമോൾ പോലുള്ള ഏറ്റവും ചെറിയ സ്മാൾ അസുഖങ്ങളില്ലേ, വളരെ ചെറിയ അസുഖമൊക്കെ ഉള്ളത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സംഭവങ്ങളെല്ലാം ആശാ വർക്കറൊക്കെ കാണും. അതിലൊരു ചോദ്യമുണ്ട്, ആശാ വർക്കറിന്റെ കയ്യിലുള്ള മെഡിക്കേഷൻ ഏതൊക്കെയാ? ചോദ്യമുണ്ട്, ആശാ വർക്കറിന്റെ കയ്യിലുള്ള മെഡിക്കേഷൻ ഏതൊക്കെയാ? ചോദ്യം അവിടെ നിന്ന് കേരള പീസ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടായിരിക്കും? ആശാ വർക്കർ എന്തൊക്കെ അവരുടെ ബാഗിൽ കൊണ്ടു നടക്കാറുണ്ട്? ആശാ വർക്കർ അവരുടെ ബാഗിനകത്ത് എന്തൊക്കെ കൊണ്ട് നടക്കാറുണ്ട്? ഫസ്റ്റ് അയൺ അല്ലേ? ഫസ്റ്റ് അയൺ ഉണ്ടോ? ഫസ്റ്റ് അയൺ ഉണ്ട്. അയണിനെ കൊണ്ട് നടക്കാറ്, അയണിനെ കൊണ്ട് നടക്കാറുണ്ട്. ആൻഡ് ഫോളിക് ആസിഡ്, അയണും ഉണ്ട്, ഫോളിക് ആസിഡും ഉണ്ട്.
ഈ അയൺ ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ടല്ലേ, ഈ അയൺ ഉണ്ട്, ഫോളിക് ആസിഡ് ആൻഡ് ORS ഉണ്ടല്ലേ, ഇവ മൂന്നും മാത്രമാണോ? ഇവ മൂന്നും മാത്രമാണോ ആശാ വർക്കെങ്കിലുള്ളത്? വളരെ ഇമ്പോർട്ടന്റ് സംഭവം എടുക്കുകയിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് സംഭവമുണ്ട്. ഇന്ത്യയിൽ ഇത് മലേറിയ ഒഴിവാക്കാൻ വേണ്ടി എന്തോ കൊടുക്കാറുണ്ട്. ഇത് മലേറിയ ഒഴിവാക്കാൻ വേണ്ടി എന്തോ ഒരു സംഭവം കൊടുക്കാറുണ്ട്. എന്താണ് എന്റെ പേര് പറഞ്ഞ്? പേര് 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 എന്ത് പേരാ എന്റെ പേര്? ഇത് ക്ലോറോക്വിനിൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ആരെങ്കിലും ഇത് ക്ലോറോക്വിനിൻ? ഞാൻ സംഭവം എന്താ? ഇത് മലേറിയക്കുള്ള മെഡിസിൻ അല്ലേ? ഇത് മലേറിയക്കുള്ള മെഡിസിൻ അല്ലേ? ആ ഒരു പേര് തന്നെ കേരള PSC എക്സാം ചോദിച്ചിട്ടുണ്ട്. ഇത് മലേറിയക്കെതിരായിട്ടുള്ള ഇത് ക്ലോറോക്വിനും കൊണ്ടു നടക്കാറുണ്ട്. ആൻഡ് ദ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് കൊണ്ടുനടക്കാറുണ്ട് ആശാ വർക്കർ. ഇത് കോൺട്രാസെപ്റ്റീവ് സംഭവം ഫോർ എക്സാമ്പിൾ ഇത് മാലാഡി കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇത് മാലാഡി എന്നും കേട്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലേ? അപ്പോൾ ഇത് ആശാ വർക്കർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് ഓടി വരുന്ന കാര്യം അയണും ഫോളിക് ആസിഡും മാത്രമല്ല. ഈ അയണും ഫോളിക് ആസിഡും ആൻഡ് ORS ഉണ്ട്, ആൻഡ് ക്ലോറോക്വിനിൻ ഉണ്ട്, ആൻഡ് ദ കോൺട്രാസെപ്റ്റീവ് മെഡിക്കേഷൻ എല്ലാം തന്നെ ആശാ വർക്കറിന് ഇത് കയ്യിൽ വെക്കാനുള്ള അവകാശം ഉണ്ട്. വേറെ ഫംഗ്ഷൻ എന്താ? വളരെ ഇമ്പോർട്ടന്റ് ആയി വേറെ ഫംഗ്ഷൻ ഉണ്ട്. ആർക്ക് പറയാം? ഒരു കുട്ടി ഫസ്റ്റ് ജനിക്കുന്ന കാര്യവും ഇപ്പോൾ ഒരാൾ ഇത് മരിക്കുന്ന കാര്യവും അതിന്റെ ഇൻഫർമേഷൻ ഇൻ ദ PHSയിലോട്ടോ ഓർ ദ സബ് സെന്ററിലോട്ടോ ഫസ്റ്റ് കൈമാറുന്ന ആളുടെ പേരെന്താ? ഒരു കുട്ടി ഒരു സ്ഥലത്ത് ഫസ്റ്റ് ഇത് ജനിക്കുന്നതോ ഒരാൾ ഒരു കമ്മ്യൂണിറ്റിക്ക് ഫസ്റ്റ് മരിക്കുന്നതോ ആ റിപ്പോർട്ടിൽ ഫസ്റ്റ് ഇൻ ദ PHSയിലോട്ടോ ഓർ ദ സബ് സെന്ററിലോട്ടോ ആ ഇൻഫർമേഷൻ കൈമാറുന്ന ആളുടെ പേരെന്താ? ആശാ വർക്കർ അല്ലേ? ഒന്നുകിൽ സബ് സെന്ററിലോട്ട് അല്ലെങ്കിൽ PHSയിലോട്ട് ഇത് ഇൻഫർമേഷൻസ് കൈമാറാറുണ്ട്. അതുപോലെ വേറെ ഇൻഫർമേഷൻ ഉണ്ട്. ആർക്ക് പറയാം? അതുപോലെ വേറെ ഇൻഫർമേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്ന് ഇൻഫോം ചെയ്യാറില്ലേ? ഏതെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് സ്പ്രെഡ് ആയാലും ആശാ വർക്കറാണ് പോയി ചോദിക്കുന്നത് അല്ലേ? കാണുന്നുണ്ടോ? ആശാ വർക്കർ ജോലി കാണുന്നുണ്ടോ? മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആശാ വർക്കർ ചോദിക്കാറുണ്ട്. ശരിയല്ലേ? ആശാ വർക്കർ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ആശാ വർക്കർ വന്ന വർഷം ഓർമ്മിക്കണം, 2005. 2005 എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഏതൊക്കെ ഉണ്ടോ? 2005 എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ആരുണ്ട്? ഇറ്റ് ഇസ് നാഷണൽ റൂറൽ NRHM കൂടെ ഉണ്ടല്ലേ? NRHM കൂടെ ഉണ്ട്. ഞാൻ ചുമ്മാ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ NRHM വന്നപ്പോഴേ നമ്മുടെ ഇന്ത്യയിൽ ആദ്യം പിടിച്ച NRHM വന്നപ്പോൾ പ്രധാനമന്ത്രി ആരായിരിക്കും? സ്റ്റാർട്ടിങ് ഫസ്റ്റ് NRHM കൊണ്ടുവന്ന ഈ പറഞ്ഞ പ്രധാനമന്ത്രി ആരായിരിക്കും? തലയിലൊരു തൊപ്പിയുണ്ട്. ബാക്കി പറഞ്ഞേ. തലയിലൊരു തൊപ്പിയുണ്ട്. 2005 ആര് പറയാം? വാജ്പേയിയോ? ഇത് മൻമോഹൻ സിംഗ് അല്ലേ? മൻമോഹൻ സിംഗ് കേട്ടോ. മൻമോഹൻ സിംഗ് കേട്ടോ. തലയുടെ തൊപ്പിയുള്ള ആരാ? 2005 സമയത്ത് മൻമോഹൻ സിംഗ് ആണ് NRHM കൊണ്ടുവന്നത് കേട്ടോ. ഏകദേശം 6,500 കോടി മുടക്കി കൊടുത്ത പദ്ധതിയാ. ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. 6,500 കോടി ഇല്ലേ? 6,500 കോടി കൊണ്ടുവന്ന സ്കീമാണ് NRHM കേട്ടോ. മറക്കരുതേ. മറക്കരുത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോടെ? ക്ലിയർ ആയോടെ? ഇല്ല, പറ ക്ലിയർ ആയോ? എനിക്ക് പറഞ്ഞ ആശാ വർക്കറിന്റെ ബേസിക് പ്രായം എത്രയാ? ആശാ വർക്കറിന്റെ ബേസിക് പ്രായം 25 തൊട്ട് 45. 25 തൊട്ട് 45. പ്രായം 25 തൊട്ട് 45. സ്കൂൾ എത്ര പോയിരിക്കണം? 8ാം ക്ലാസ് വരെ പോയിരിക്കണം. ഇനി ഒരു ആശാ വർക്കർ എന്ന് പറയുമ്പോൾ 1000 പോപ്പുലേഷൻ ആയിരിക്കില്ലേ? ഒരു ആശാ വർക്കർ 1000 പോപ്പുലേഷൻ ആയിരിക്കണം. ഇനി ഇത് ആശാ വർക്കർ ആരാ ഇത് ഗൈഡ് ചെയ്യുന്നത്? ആശാ വർക്കർ ഇസ് ഗൈഡഡ് ബൈ ആര് ഗൈഡ് ചെയ്യും?
പറഞ്ഞ ഗൈഡ് ബൈ ആ ആ അംഗൻവാടി വർക്കർ അല്ലെങ്കിൽ ദ ഫീമെയിൽ ഹെൽത്ത് വർക്കർ അല്ലേ? അംഗൻവാടി വർക്കർ, ഫീമെയിൽ ഹെൽത്ത് വർക്കർ, അവർക്ക് എത്ര മാസം ട്രെയിനിങ് ഉണ്ട്? എത്ര മാസം ട്രെയിനിങ് ഉണ്ട്? 3 മാസം ട്രെയിനിങ് ഉണ്ട്. 3 മാസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കണം. എന്തൊക്കെയാ ഫംഗ്ഷൻ? എന്തൊക്കെയാ? ന്യൂട്രീഷൻ ഉണ്ട്. ന്യൂട്രീഷൻ, സാനിറ്റേഷൻ, എന്താണ് വേറെ എന്തുണ്ട്? ഇമ്മ്യൂണൈസേഷൻ വേറെ, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ദ സേഫ് ഡെലിവറി ആൻഡ് കോൺട്രാസെപ്ഷൻ, ഇവയെല്ലാമാണ് ആശയുടെ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? ആശ ക്ലിയർ ആയോ? ആശ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. അടുത്താരാ പറഞ്ഞത്? അടുത്തത് വില്ലേജ് ലെവലുണ്ട്. അടുത്ത വില്ലേജ് ലെവൽ അടുത്ത ആളുടെ പേര്, അടുത്ത മൂന്നാമതായിട്ട് വരുന്ന ആളുടെ പേര് എന്താ? ലോക്കൽ, ആ പേര് പറഞ്ഞാൽ ദ ലോക്കൽ ഡൈസ് അല്ലേ? ലോക്കൽ ഡൈസ് അല്ലെങ്കിൽ ദ ട്രഡീഷണൽ ഇസ് ദ ബർത്ത് അറ്റൻഡേഴ്സ് വിളിക്കാറുണ്ട് അല്ലേടെ? എവിടെയും കേട്ടിട്ടുണ്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ പേര്? പേര് കേട്ടിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇവിടെ ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ ഇവർ എന്തിനു വേണ്ടിയുള്ളതാ? എന്തിനു വേണ്ടിയ ഫംഗ്ഷൻ? എന്ത് ഫംഗ്ഷൻ? എന്താ ഇവിടെ? ആന്റിനൽ കെയർ ആണോ? ആന്റി നേറ്റൽ കെയർ ആണോ? ചോദ്യം വരും. ഇവിടെ ഫംഗ്ഷൻ ദ ലോക്കൽ ഡൈസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദ ട്രഡീഷണൽ ദ ബർത്ത് അറ്റൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ആണ് കേരള പി സിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ചോദ്യം വരുവേ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ? ആന്റിനേറ്റൽ കെയർ ആണോ? ആന്റി നേറ്റൽ കെയർ അല്ലേ? ആന്റി നേറ്റൽ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആന്റിനൽ കെയർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇസ് ദ മദർ എന്ത് കൊടുക്കണം? ടി ടി കൊടുക്കുക അല്ലേ? ടി ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ടി ടി ഇൻജക്ട് ചെയ്യുന്ന ആളാണോ? ടി ടി ഇൻജക്ട് ചെയ്യുന്ന ആളാണോ? അല്ല, അല്ല. ആ ടി ടിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അഡ്വൈസ് കൊടുക്കുന്ന ആളാണല്ലേ? ഇന്ന് ടി ടിയെ കുറിച്ച് അഡ്വൈസ് കൊടുക്കുന്ന ആളാണ് ലോക്കൽ ഡൈസ്, ശരിയല്ലേ? ഇഞ്ചക്ഷൻ കൊടുക്കാറില്ല. ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ആളല്ല, അഡ്വൈസ് മാത്രം കൊടുക്കാറുള്ളൂ. ടി ടി അഡ്വൈസ് മാത്രമാണോ? ഈ പറഞ്ഞ അയണും ഫോളിക് ആസിഡും എല്ലാം കഴിക്കണം എന്ന് അഡ്വൈസ് കൊടുക്കാറില്ലേ? അയണും ഫോളിക് ആസിഡും എല്ലാം കഴിക്കണം എന്നും അഡ്വൈസ് കൊടുക്കാറുണ്ട്. അന്ത ഫുഡ് സമയത്ത് കഴിക്കണം, അന്ത റെസ്റ്റ് എടുക്കണം, എന്ത് ഫുഡ് കഴിക്കണം, എത്ര നേരം കഴിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. ആൻഡ് ഏറ്റവും പ്രധാനമായിട്ട് ഇവരാണ് എപ്പോഴും ഹൈ റിസ്ക് പ്രഗ്നൻസി ഇല്ലേ? അല്ലേ? ഇത് ഹൈ റിസ്ക് പ്രഗ്നൻസി കേട്ടിട്ടുണ്ടോ? അത് കണ്ടുപിടിക്കുന്ന ആൾ എപ്പോഴും ആരായിരിക്കും? ഇവരല്ലേ? ഇത് ലോക്കൽ ഡൈസ് ആണ് എപ്പോഴും ദ ഹൈ റിസ്ക് പ്രഗ്നൻസി കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയാ? ഞാൻ പറഞ്ഞു തന്നു. എങ്ങനെയാ? ഒന്നുകിൽ ഫീമെയിലിന് പൊക്കം കുറവായിരിക്കും അല്ലേ? ഫീമെയിലിന് ഇത് പൊക്കം കുറവായി കഴിഞ്ഞാൽ ഹൈ റിസ്ക് വരാൻ ചാൻസ് ഉണ്ട്, ശരിയല്ലേ? ഹൈറ്റ് കുറവായിരുന്നു കഴിഞ്ഞാൽ, അതായത് ഹൈറ്റ് കുറവുണ്ടോ? ആർക്ക് ഹൈറ്റ് കുറവുണ്ട്? നിങ്ങൾ ഉണ്ടോ? അത് ഹൈ റിസ്ക് പ്രശ്നമാണ്. എന്തുകൊണ്ടാ ഈ പറഞ്ഞ ഫീമെയിലിന്റെ പെൽവിസിന്റെ ഡയമീറ്ററും അണ്ട വിട്ടും കുറവാൻ ചാൻസ് അല്ലേ? പൊക്കം കുറവാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് പൊക്കം കുറവാണെങ്കിൽ, ഒരു ഫീമെയിലിന്റെ പൊക്കം കുറവാണെങ്കിൽ, ആ ഫീമെയിലിന്റെ പെൽവിസിന്റെ ഡയമീറ്ററും ആൻഡ് വിട്ടും എപ്പോഴും അത് കുറവാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഹൈ റിസ്ക് ആണ്. എപ്പോഴും പറഞ്ഞ വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ പറ്റുമോ? ഇവർക്ക് ഇന്ന് വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ പറ്റുമോ? ഇല്ല, സിസേറിയൻ ചെയ്യണം അല്ലേ? ഇന്ന് സിസേറിയൻ ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അപ്പൊ അതിനെല്ലാം അഡ്വൈസ് ആരാ? അപ്പൊ അങ്ങനെയെല്ലാം അഡ്വൈസ് കൊടുക്കുന്ന ആരാ? അതിനെല്ലാം അഡ്വൈസ് കൊടുക്കുന്ന ആരാ? ലോക്കൽ ഡൈസ് അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? അവർ വേറെ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാറുണ്ടോ? വേറെ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാറുണ്ടോ? ഇത് ബ്രസ്റ്റ് ഫീഡിങ് അഡ്വൈസ് കൊടുക്കാറുണ്ടോ? ആന്റിനേറ്റൽ സമയത്ത് തന്നെ ഇത് മദറിനായി എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ടല്ലേ? ഇത് ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെ കൊടുക്കാം എന്നൊക്കെ അഡ്വൈസും കൊടുക്കാറുണ്ട്. ആൻഡ് ദ ക്ലീൻ ഡെലിവറി പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ആൻഡ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡെലിവറി പ്രാക്ടീസിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാറുണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ, അന്ന് കാലത്ത് പഴയ തുണിയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ? അന്ന് കാലത്ത്, ആ പഴയ കാലത്ത് പഴയ
തുണി ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, കണ്ടിട്ടുണ്ടോ? അറിയാമോ ആർക്കെങ്കിലും? അറിയാമോ? യെസ്, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കും. ഇതിലാരെ ഫംഗ്ഷനാ? ആരെ ഫംഗ്ഷനാ? ആരെ ഫംഗ്ഷൻ? ദ ലോക്കൽ ഡയസ് അല്ലെ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി, ക്ലിയർ ആയി. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാടെ. അടുത്ത 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 അംഗൻവാടി വർക്കർ. അടുത്ത ആളുടെ പേരെന്താ? അടുത്ത ആളുടെ പേരെന്താ? അംഗൻവാടി വർക്കർ. ഇത് പഠിച്ചോ. അംഗൻവാടി വർക്കർ എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരാൻ കാരണം സ്കീം ഏതാ? അംഗൻവാടി വർക്കർ എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരാൻ കാരണക്കാരന സ്കീം ഏതാ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്കീം വന്നു 1975 വന്ന സ്കീമിന്റെ പേരെന്താ? 1975 ICDS സ്കീം അല്ലേ? 1975 ICDS സ്കീം വന്നു. ആ ഒരു സ്കീമിന്റെ അണ്ടറിലാണ് ആര് വരുന്നത്? അംഗൻവാടി വർക്കർ വരുന്നത്. ചോദ്യം വരും, ഈ അംഗൻവാടി വർക്കർ വന്ന സ്കീമിന്റെ പേര് ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ഏതാ? ICDS അല്ലേ? ICDS അണ്ടർ ICDS സ്കീം അല്ലേ? വർഷം 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 1975. ഇനി അടുത്ത ഇവിടെ ചോദിക്കുന്നത്, ഒരു ആശാ വർക്കർ കവർ ചെയ്യുന്ന ടോട്ടൽ പോപ്പുലേഷൻ എത്രയാ? ആശാ വർക്കർ കവർ ചെയ്യുന്ന ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണ്? എത്ര പോപ്പുലേഷൻ? എത്ര എത്ര? വേണു എല്ലാരും പറയട്ടെ. 1000 ആണോ? ആശാ വർക്കർ 1000. ആശാ വർക്കർ 1000. ആശാ വർക്കർ 1000 അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കേ. എന്റെ ക്വസ്റ്റ്യൻ കേക്ക്. ആശാ വർക്കർ എത്ര? ആശാ വർക്കർ എത്ര? ആശാ വർക്കർ ആശയാണെങ്കിൽ 1000. ഇവിടെ എന്തുകൊണ്ട് എല്ലാവരും ചാടിക്കേറി 400 to 800 പറയാൻ കാരണം എന്താ? എല്ലാവരും ചാടിക്കേറി 400 to 800 പറയാൻ കാരണം ഞാൻ ചോദിച്ച ചോദ്യം ആശാ വർക്കർ എന്നായിരുന്നു, അല്ല അംഗൻവാടി വർക്കർ അല്ല. ആശാ വർക്കർ ആണെങ്കിൽ 1000. അതേസമയം അംഗൻവാടി വർക്കർ ആണെങ്കിലോ? അതേസമയം അംഗൻവാടി വർക്കർ ആണെങ്കിൽ എത്രയാ? അതല്ലേ 400 തൊട്ട് 800 പോപ്പുലേഷൻ. 400 തൊട്ട് 800 പോപ്പുലേഷൻ ആര് കവർ ചെയ്യും? അംഗൻവാടി വർക്കർ. ഈ രണ്ട് ചോദ്യം ഒരു 90% കുട്ടികൾക്ക് മിസ്റ്റേക്ക് ആയി പോകുന്നതാണ്. ശരിയല്ലേ? കാരണം എന്താ? ആശ, അംഗൻവാടി വർക്കർ, ആ രണ്ടു പേര് ഒരുപോലെ ഇരിക്കുന്നത്. രണ്ടു പേര് ഒരുപോലെ അല്ലേ? ആശയുടെ ആയും അംഗൻവാടിയുടെ ആയും രണ്ടും ഒരുപോലെ വരുന്നുണ്ട്. ആശയും അംഗൻവാടി വർക്കറും എപ്പോഴും തെറ്റിക്കരുത്. ആശാ വർക്കർ ആണെങ്കിൽ 1000 പോപ്പുലേഷനകത്ത് വർക്ക് ചെയ്യുമ്പോൾ അംഗൻവാടി വർക്കർ എത്ര പോപ്പുലേഷനില്ല? അംഗൻവാടി വർക്കർ ആണെങ്കിൽ 400 തൊട്ട് 800 അംഗൻവാടി വർക്കർ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ? നമ്മൾ ചില കാര്യം ഞാൻ വീണ്ടും പറയുമ്പോൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആശയാണെങ്കിൽ 1000-നകത്ത് അല്ലേ? ആശയാണെങ്കിൽ 1000-നകത്ത്, അംഗൻവാടി വർക്കർ ആണെങ്കിൽ 400 തൊട്ട് 800 വർക്ക് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അംഗൻവാടി വർക്കറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ? ഈ പറഞ്ഞ കുട്ടികളെ കൊണ്ട് അംഗൻവാടിയിൽ വിടുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യൂടെ? ഇത് ഗ്രോത്ത് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? ചോദിക്കട്ടെ. ഇത് ഗ്രോത്ത് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഉണ്ടോ? ചോദിക്കും. ഈ പറഞ്ഞ കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? ആശാ വർക്കറാണോ അംഗൻവാടി വർക്കറാണോ? കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആശയാണോ അംഗൻവാടിയാണോ? ആശയാണോ? ചോദിക്കൂടെ. ആരാണ്? അംഗൻവാടി വർക്കറല്ലേ? ചോദിക്കൂ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഫംഗ്ഷൻ ആൻഡ് ദ സപ്ലിമെന്ററി ന്യൂട്രീഷനും ആൻഡ് ദ ഹെൽത്ത് ചെക്കപ്പും. ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? അവരുടെ ആരോഗ്യം ഇത് കൃത്യമായ ചെറിയ ഇടവേളകൾ ഇവിടെ നോക്കാറില്ലേ? ഏതെങ്കിലും കുട്ടിക്ക് ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവർ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ദ സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഉണ്ടോ? സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഉണ്ട്.
അറിയാം, ആശാ വർക്കറിന്റെ ഫംഗ്ഷൻ അറിയാം. ഉണ്ട് അവിടെ, ഉണ്ട്. പിന്നെ ഇവർ കൊടുക്കുന്നത് ഈ പറഞ്ഞ അംഗൻവാടി വർക്കർ കൊടുക്കുന്നത് അവിടെ എന്ത് ടൈപ്പ് എഡ്യൂക്കേഷനാ? അംഗൻവാടി വർക്കർ കൊടുക്കുന്നത് അത് എന്ത് ടൈപ്പ് എഡ്യൂക്കേഷനാ? ദ ഫോർമൽ ആണോ ഓർ ദ നോൺ ഫോർമൽ ആണോ? ദ ഫോർമൽ എഡ്യൂക്കേഷൻ ആണോ ഓർ ദ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആണോ? എപ്പോഴും അംഗൻവാടി വർക്കർ എന്ന് പറയുമ്പോൾ ഇത് പ്രൈമറി എഡ്യൂക്കേഷൻ അല്ല, ശരിയല്ലേ? അംഗൻവാടി വർക്കർ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇത് പ്രൈമറി എഡ്യൂക്കേഷൻ ആണോ? ആണോടെ? അംഗൻവാടി വർക്കർ എന്ന് പറയുമ്പോൾ ഇത് പ്രൈമറി എഡ്യൂക്കേഷനോ? അല്ല, അല്ല, ശരിയല്ലേ? അല്ല, ഒരിക്കലും അല്ല. അംഗൻവാടി വർക്കർ ഒരിക്കലും ഇത് പ്രൈമറി എഡ്യൂക്കേഷൻ അല്ല. ഒരു ജസ്റ്റ് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രമല്ലേ? ജസ്റ്റ് ഫോർമൽ എഡ്യൂക്കേഷൻ മാത്രം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഇമ്മ്യൂണൈസേഷൻ ആരുടെ ഫംഗ്ഷനാ? ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്മ്യൂണൈസേഷൻ ആരുടെ ഫംഗ്ഷനാ? ആരുടെ ഫംഗ്ഷനാ ഇമ്മ്യൂണൈസേഷൻ? ആരുടെ ഫംഗ്ഷനാ? പറഞ്ഞു പറഞ്ഞു. ആശ, ആശ. ഇമ്മ്യൂണൈസേഷൻ ഫംഗ്ഷൻ. അത് ഈ ഇമ്മ്യൂണൈസേഷൻ ആ ഒരു കുട്ടി എടുത്തിട്ടുണ്ടോ നോക്കുന്നവരാ. ആ ഇമ്മ്യൂണൈസേഷൻ കുട്ടി എടുത്തിട്ടുണ്ടോ ഉറപ്പ് വരുത്തുന്ന ആളുടെ പേരെന്താ? ഇമ്മ്യൂണൈസേഷൻ കുട്ടി എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്ന ആളുടെ പേരെന്താ? അത് അംഗൻവാടി വർക്കറാണ്. ശരിയല്ലേ? അംഗൻവാടി വർക്കർ അല്ലേ? 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 ശരിയല്ലേ? മറക്ക ചോദിക്കും. ആ, ശരി. നമ്മൾ കാണുന്ന അംഗൻവാടി വെക്കുന്ന ഇവർ കുട്ടികളെ പഠിപ്പിക്കും, അവിടെ ഉറക്കും, ഫുഡ് കൊടുക്കും. ശരിക്കും ഇതൊക്കെ ഫംഗ്ഷനല്ലേ? ഫംഗ്ഷനിലെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റെഫറൽ സർവീസ് ചെയ്യാറില്ലേ? ഉണ്ടോടെ? ഇപ്പോഴത്തെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഉടനെ തന്നെ റെഫറൽ സർവീസ് ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമുണ്ട്. ഇപ്പോൾ അംഗൻവാടി വർക്കറെ കുറിച്ച് കേരള PSC എക്സാം പ്രീവിയസ് ഇയർ ചോദിച്ച ചോദ്യമുണ്ട്. സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഫംഗ്ഷൻ ആണ് ഇവരെ. ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കും. സപ്ലിമെന്ററി ന്യൂട്രീഷൻ ആരുടെ ഫംഗ്ഷനാ? ചോദിക്കൂടെ? ഈ ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. സപ്ലിമെന്ററി ന്യൂട്രീഷൻ ആരുടെ ഫംഗ്ഷനാ? അംഗൻവാടി വർക്കറിന്റെ അല്ലേ? സപ്ലിമെന്ററി ന്യൂട്രീഷന്റെ ICD സ്കീമിന് അണ്ടറിൽ വരുന്നതാണ് ഉള്ളത് തന്നെ. അത് അംഗൻവാടി വർക്കറിന്റെ ഫംഗ്ഷനാണ് സപ്ലിമെന്ററി ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണ്. ചോദ്യം വന്ന് എഴുതോടെ. ചോദ്യം വന്ന് എഴുതോടെ. അടുത്ത് ഇതേ സപ്ലിമെന്ററി ന്യൂട്രീഷനിൽ ഒരു കുട്ടിക്ക് 6 വയസ്സിലെ കുട്ടിക്ക് എത്ര കൊടുക്കും? ഇതേ സപ്ലിമെന്ററി ന്യൂട്രീഷനിൽ കുട്ടിയുടെ പ്രായം 6 വയസ്സ് വരെയാണെങ്കിൽ കൊടുക്കുന്നത് എങ്ങനെയാ? എങ്ങനെയാ 6 വയസ്സ് വരെയാണെങ്കിൽ? 6 വയസ്സ് എങ്ങനെയാ കൊടുക്കും? ആൻസർ കമന്റ് 6 വയസ്സ് വരെയാണെങ്കിൽ 6 വയസ്സ് വരെയാണെങ്കിൽ അടുത്ത കാലറിയാ? 6 വയസ്സ് വരെ 300 കാലറി പെർ ഡേ അല്ലേ? 6 വയസ്സ് വരെയാണെങ്കിൽ 300 കാലറി പെർ ഡേയും എത്ര പ്രോട്ടീനാ? ഒരു 8 മുതൽ 10 ഗ്രാം പ്രോട്ടീൻ അല്ലേ? 6 വയസ്സ് വരെയാണെങ്കിൽ ഏകദേശം 300 കാലറി പ്രോട്ടീനും ഒരു 8 മുതൽ 10 ഗ്രാം, മറക്കരുതേ, 300 കാലറിയും 8 മുതൽ 10 ഗ്രാം പ്രോട്ടീനുമാണ് കൊടുക്കുന്നത്. അതേസമയം the pregnant woman ആണെങ്കിലോ, and the pregnant womanലും and adolescent ഗേളിലും എത്ര കൊടുക്കാം? ചോദിക്കും. and the pregnantum and adolescent woman ആണെങ്കിൽ 500 കാലറിയും 20 മുതൽ 25 ഗ്രാം പ്രോട്ടീനും കൊടുക്കാറുണ്ട്. ആൻഡ് കുട്ടി ഈസ് ദ മാൽനറിഷ്ഡ് ആണെങ്കിലോ, കുട്ടി മാൽനറിഷ്ഡ് ആണെങ്കിലോ 600 കാലറി. ഇത് കേരള PSC പ്രീവിയസ് ചോദ്യമാണ്. ദ കുട്ടി ഈസ് ദ മാൽനറിഷ്ഡ് ആണെങ്കിൽ 600 കാലറിയും 16 തൊട്ട് 20 ഗ്രാം പ്രോട്ടീനുമാണ് കൊടുക്കുന്നത്. സോ ഇത്രയും കാര്യം എല്ലാം പഠിച്ചത് എവിടെയാ? അത് ഏത് ലെവലാ പഠിച്ചത്? ഇത്രയും പഠിച്ചത് അറ്റ് ദ ലെവൽ ഏതാ? അറ്റ് ലെവൽ ഏതാ? അറ്റ് ദ വില്ലേജ് ലെവലാണോ ഓർ ദ പ്രൈമറിയിലാണോ? ഇന്ന് പ്രൈമറി വില്ലേജിലാണോ? വില്ലേജ് അല്ലേ? ഇസ് ക്ലിയർ? ഇസ് ക്ലിയർ? എല്ലാം ക്ലിയർ? യെസ്. ഫസ്റ്റ് വില്ലേജ് കണ്ടു അല്ലേ? വില്ലേജ് കണ്ടു. അടുത്ത ഏത് ലെവലാ? അടുത്ത ഏത് സബ് സെന്റർ ലെവൽ അല്ലേ? വില്ലേജ് കണ്ടു. വില്ലേജ് ലെവൽ കണ്ടു. അടുത്ത ലെവൽ ഇത്രയും വരുന്ന എവിടെയാ? ആലോചിച്ചോ. ഈ പറഞ്ഞ ആശയും അംഗൻവാടിയും എല്ലാം വരുന്ന എവിടെയാ? വില്ലേജ് ലെവൽ കണ്ടു. സെക്കൻഡ് ഏതാ? അറ്റ് ദ സബ് സെൻട്രൽ ലെവൽ. സബ് സെൻട്രൽ ലെവൽ എന്ന് പറയുന്നത് എന്താണ്?
ആർക്ക് പറയാം? ആർക്ക് പറയാം? ആർക്ക് പറയാം? അത് സബ് സെന്റർ എന്ന് പറയുമ്പോൾ അടുത്ത പെരിഫറൽ ലെവൽ കൊടുക്കുന്നതാണോ? സബ് സെന്റർ എന്ന് പറയുമ്പോൾ അടുത്ത പെരിഫറൽ ലെവല് കൊടുക്കുന്നതാണോ? അടുത്ത പെരിഫറൽ ഏരിയയിൽ പോയി കെയർ കൊടുക്കുന്നതാണോ? ആലോചിച്ച് പറയുക. സബ് സെന്റർ എന്ന് പറയുമ്പോൾ അടുത്ത പെരിഫറൽ ഏരിയയിൽ പോയി ഹെൽത്ത് കെയർ കൊടുക്കുന്നതാണോ അവിടെ? ശരിക്കും പറഞ്ഞാൽ അടുത്ത ബാക്ക്വേർഡ് ഏരിയസിലാണോ? അടുത്ത ബാക്ക്വേർഡ് ഏരിയസിലാണോ? ആണോ? ആണോ? പറയാ, ആലോചിച്ച് പറയാ എല്ലാരും. ആലോചിച്ച് പറയാ. അറ്റ് ദ ബാക്ക്വേർഡ് ഏരിയസിലാണോ? അല്ലേ? 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 ആണ്, മറക്കരുത്. അത് സബ് സെൻട്രൽ ലെവൽ എന്ന് പറയുമ്പോൾ അത് ബാക്ക്വേർഡ് ഏരിയസിലേക്ക് പോയി എപ്പോഴും അത് കെയർ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കേരള PC എക്സാമിന് സ്ഥിരം കാണുന്ന ചോദ്യമാണ്, എത്ര ടൈപ്സ് ഉണ്ട്? ഈ പറഞ്ഞ സബ് സെന്റർ എത്ര ടൈപ്പ് ഉണ്ട്? നിങ്ങൾ ഒരു ടൈപ്പ് പഠിച്ചോളൂ. നിങ്ങൾ ഇതുവരെയും പഠിച്ച ഒരു ടൈപ്പ് അല്ലേ? നിങ്ങൾ ഇത്രയും വർഷം പഠിച്ച സബ് സെന്റർ എന്ന് പറയുമ്പോൾ ഒന്നല്ലേ? ഒരു ടൈപ്പ് അല്ലേ? ആണോ അല്ലയോ? ഇത്രയും വർഷം പഠിച്ച സബ് സെന്റർ ഒരെണ്ണം മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാരും പറയണം, പറയണം, പറയണം. ആണോ അല്ലയോ? ഇത്രയും വർഷം പഠിച്ച ഇത് സബ് സെന്ററിന്റെ ടോട്ടൽ ലെവൽ ഒരെണ്ണേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്ക് രണ്ടെണ്ണം പഠിക്കാനുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഇൻ ദ സബ് സെന്റർ പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് സബ് സെന്റർ ഉണ്ട്. ഒരിക്കലും മറക്കാൻ പാടില്ല. ദ സബ് സെന്റർ പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് ദ സബ് സെന്റർ ഉണ്ട്. ഫസ്റ്റ് ഏതാണ്? ദ സബ് സെന്റർ എ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കാറില്ല, അറിഞ്ഞുകൂടാ. ശരിയല്ലേ? ഇല്ലല്ലോ അവിടെ? ഇല്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ. ഇല്ല, ഒരു കേട്ടിട്ടില്ല. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഇന്ന് കേരള PC എക്സാമിൽ സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു സബ് സെന്റർ എത്ര പോപ്പുലേഷനെ കവർ ചെയ്യും? ആ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട് എല്ലാവരും? ആ ഒരു ചോദ്യം എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരു സബ് സെന്റർ എത്ര പോപ്പുലേഷനെ കവർ ചെയ്യും? ആ ഒരു ചോദ്യം നിങ്ങൾ എല്ലാവരും ഇതുപോലുള്ള എല്ലാ എക്സാംസിലും സ്ഥിരമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു സബ് സെന്റർ എത്ര പോപ്പുലേഷൻ കവർ ചെയ്യും? അവിടെ രണ്ട് ചോദ്യമുണ്ട്. രണ്ട് ചോദ്യമുണ്ട്. അറ്റ് ദ ഹില്ലി ഏരിയയിലും, അറ്റ് ദ ഹില്ലി ഏരിയയിലും, അല്ലാതെ സാധാരണയുള്ള ജനറൽ ഏരിയയിലും, അറ്റ് ദ ഹില്ലി ഏരിയയിലും സാധാരണ ഏരിയ എത്രയാ? അറ്റ് ദ ഹില്ലി ഏരിയ ആണെങ്കിൽ എത്ര പോപ്പുലേഷൻ കവർ ചെയ്യും? ഒരു സബ് സെന്റർ അത്ര അറ്റ് ദ ഹില്ലി ഏരിയ ആണെങ്കിൽ എത്രയായിരിക്കും ഇവിടെ? ചോദ്യം വരും. അത് ഹില്ലി ഏരിയ ആണെങ്കിൽ 3000 അല്ലേ? ആ ഒരു സബ് സെന്റർ അറ്റ് ദ ഹില്ലി ഏരിയ ആണെങ്കിൽ 3000, സാധാരണ പോപ്പുലേഷൻ ആണെങ്കിൽ അറ്റ് ദ ജനറൽ ലെവലാണെങ്കിൽ എത്രയായിരിക്കും? 5000 അല്ലേ? ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. ഒരു സബ് സെന്റർ എന്ന് പറയുമ്പോൾ അറ്റ് ദ ഹില്ലി ഏരിയ ആണെങ്കിൽ 3000 പോപ്പുലേഷനെ കവർ ചെയ്യും. അറ്റ് ദ ജനറൽ ഏരിയ ആണെങ്കിൽ നോർമൽ അറ്റ് ദ പ്ലെയിൻ എന്ന് പറയാറുണ്ടല്ലോ. ആരെയും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ജനറലിനെ അറ്റ് ദ പ്ലെയിൻ ഏരിയ എന്ന് പറയാറുണ്ടോ? അറ്റ് ദ പ്ലെയിൻ ഏരിയ ഉണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? അറ്റ് ദ പ്ലെയിൻ ഏരിയ എന്നോ അറ്റ് ദ ജനറൽ എന്നോ കണ്ട ഒന്നാണ് ഓർമ്മിക്കൂ. അറ്റ് ദ പ്ലെയിൻ ഏരിയ എന്നോ അറ്റ് ദ ജനറൽ ഏരിയ എന്നോ കണ്ടു കഴിഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന് ഓർമ്മിക്കുക. 5000 പോപ്പുലേഷനെ കവർ ചെയ്യുക അല്ലേ? സോ ഓർമ്മിക്കുക, ചോദിക്കും. ഇത് അറ്റ് ദ ഹില്ലി ഏരിയ ആണെങ്കിൽ എത്രയാ? 5000 ആണോ 3000 ആണോ? അറ്റ് ദ ഹില്ലി ഏരിയ ആണ് എത്രയാണ്? 3000. 3000. അറ്റ് ദ പ്ലെയിൻ ഏരിയ ആണെങ്കിലോ? അറ്റ് ദ പ്ലെയിൻ ഏരിയ ആണെങ്കിലോ? 5000. 5000. ഇതേ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നു. അറ്റ് ദ ട്രൈബൽ ഏരിയ ആണെങ്കിലോ? ഇതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കും. അറ്റ് ദ ട്രൈബൽ ഏരിയ എത്രയാണ്? ട്രൈബൽ ആണ് എത്രയായിരിക്കും? 3000 അല്ലേ? സെയിം ആൻസർ. അറ്റ് ദ ഹില്ലി ഏരിയയും ചോദിച്ചാലും അറ്റ് ദ ട്രൈബൽ ഏരിയയും ചോദിച്ചാലും എത്ര? 3000 തന്നെയാണ്. ഇത് മറക്കോ? 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 ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. എത്ര ക്ലിയർ ആണ്? ഇത്ര ക്ലിയർ ആണ്? ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കുന്നു. അത് സബ് സെന്ററിലുള്ള സ്റ്റാഫിന്റെ എത്ര ഉണ്ട്? സ്റ്റാഫ് പോപ്പുലേഷൻ. അവിടെ അത് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് സബ് സെന്ററിലുള്ള സ്റ്റാഫ് ദ പോപ്പുലേഷൻ ചോദിക്കാറുണ്ട്.
ഞാൻ ഈ പറഞ്ഞു തന്ന இந்த സബ് സെന്ററിന്റെ സ്റ്റാഫ് ഡാറ്റയിൽ ചോദിക്കാറുണ്ട്. ഒരു സബ് സെന്ററിൽ എത്ര സ്റ്റാഫ് ഉണ്ടായിരിക്കും? ഒരു സബ് സെന്ററിൽ എത്ര സ്റ്റാഫ് ഉണ്ടായിരിക്കും? ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ്. എത്ര സ്റ്റാഫ് ഉണ്ടായിരിക്കും? ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടൽ 3. ടോട്ടൽ സ്റ്റാഫ് 3. സബ് സെന്ററിലുള്ള ടോട്ടൽ സ്റ്റാഫ് 3 എണ്ണം. അതിൽ അവ 3 എന്ന് പറയുമ്പോൾ അതിലുള്ള ഫീമെയിൽ ഹെൽത്ത് വർക്കറിന്റെ ടോട്ടൽ എണ്ണം എത്ര വേണം? ഫീമെയിൽ ഹെൽത്ത് വർക്കർ അല്ലേ, അത് ഒരാളല്ലേ. അതേ സബ് സെന്ററിലുള്ള ഈ പറഞ്ഞ ഫീമെയിൽ ഹെൽത്ത് വർക്കർ ഒരാൾ, അത് ഫീമെയിൽ ആണ്, ഫീമെയിൽ ഒരാൾ. ആൻഡ് ദ മെയിൽ ഹെൽത്ത് വർക്കർ എത്ര വേണം? ആൻഡ് ദ മെയിൽ ഹെൽത്ത് വർക്കർ എത്ര വേണം? അത് ഒരാൾ. മറക്കരുത്, ഇത് ഫീമെയിൽ ഹെൽത്ത് വർക്കർ ഒരാൾ വേണം, ആൻഡ് ദ മെയിൽ ഹെൽത്ത് വർക്കർ ഒരാൾ വേണം. അവസാനമായിട്ട് സ്റ്റാഫ് നേഴ്സ് എത്ര വേണം? സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, MLSP കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടോ? MLSP അറിയാം. അത് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും MLS വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ അയാൾ എത്ര വേണം? അത് MLSP ആണല്ലേ. അപ്പൊ ആ സ്റ്റാഫ് എത്ര വേണം? ജസ്റ്റ് ഒരു സ്റ്റാഫ് വേണമല്ലേ. സോ ദ സ്റ്റാഫ് നേഴ്സ് ഇറ്റ് ഇസ് MLSP സ്റ്റാഫ് നേഴ്സ് ഒരാൾ വേണം. അപ്പോൾ ഇത് സബ് സെന്ററിലുള്ള സ്റ്റാഫ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് ആയിട്ട് ഒരാളല്ലേ, വേണം. ആൻഡ് ദ ഫീമെയിൽ ഹെൽത്ത് വർക്കർ ഒരാൾ വേണം, ആൻഡ് ദ മെയിൽ ഹെൽത്ത് വർക്കർ ഒരാൾ വേണം. ക്ലിയർ? ക്ലിയർ ആയോടെ? യെസ്. ക്വസ്റ്റ്യൻ കണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഇനി എന്താ ഫംഗ്ഷൻ? എന്താ ഇതേ സബ് സെന്റർ ഫംഗ്ഷൻ? എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട്? സബ് സെന്ററിന്റെ ഫംഗ്ഷൻ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട്? എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും? ആർക്ക് പറയാം? ഇത് ഫങ്ഷൻസ് ഓഫ് ദ സബ് സെന്റർ എന്തൊക്കെയാ? ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു. ഈ പറഞ്ഞ സബ് സെന്റർ 2 ടൈപ്സ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആദ്യം തന്നെ ഈ പറഞ്ഞ സബ് സെന്റർ വരാനായിട്ടും ഫസ്റ്റ് എയും ഉണ്ട്, ആൻഡ് ബിയും പറഞ്ഞ ഓർമ്മയുണ്ടോ? ആൻഡ് എയും ബിയും പറഞ്ഞ ഓർമ്മയുണ്ടോ? അതിൽ ബിയിൽ എന്താ പ്രത്യേകത? സബ് സെന്റർ ബിയിൽ പ്രത്യേകത എന്താ? MCH സർവീസ് ഉള്ള ആർക്കാ? MCH സർവീസ് ഉള്ള ആർക്കാ? എ ആണോ ബി ആണോ? ഇന്ന് സബ് സെന്ററിൽ MCH സർവീസ് ഉള്ള ആർക്കാ? ആൻഡ് ദ ഡെലിവറി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? ആൻഡ് ദ ഡെലിവറി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ആരായത്? സബ് സെന്റർ ബി ആണ്. മറക്കരുത്, അടുത്ത ഡെലിവറി കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാരാരാ? സബ് സെന്റർ ബി ആണെന്ന കാര്യം ഓർമ്മ വേണം. സാധാരണ ഹെൽത്ത് കെയർ കൊടുക്കുന്ന ആളുടെ പേരെന്താ? അറ്റ് സബ് സെന്റർ ലെവലുകൾ സാധാ കെയർ കൊടുക്കുന്നവരാ? സാധാരണ നോർമൽ കെയർ കൊടുക്കുന്നവരാ? ആരായിരിക്കും? ഏറ്റവും നോർമൽ കെയർ കൊടുക്കുന്നവരായിരിക്കും? എ അല്ലേ? സബ് സെന്റർ എ ആണ്. ഏറ്റവും നോർമൽ കെയർ കൊടുക്കുന്നവരാ? സബ് സെന്റർ എ ആണ്. ഇനി സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റേ ആൻഡ് ചൈൽഡ് കെയർ കൊടുക്കുന്നവരാ? അത് സബ് സെന്റർ ബി ആണ്. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ 2 കാര്യം പഠിക്കുകയുള്ളൂ. 2 കാര്യം. സബ് സെന്റർ എ ആണെങ്കിൽ നോർമൽ കെയർ കൊടുക്കുക, ആൻഡ് സബ് സെന്റർ ബി ആണെങ്കിൽ MCH കെയർ കൊടുക്കുക. ക്ലിയർ? യെസ്. ഇനി ഫംഗ്ഷൻ എന്താ? ഫങ്ഷൻസ് ഓഫ് ദ സബ് സെന്റർ. എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട് സബ് സെന്ററിന്? അറിയാം. ഫസ്റ്റ് ഫംഗ്ഷൻ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ വീടുകളിലും പോകാറുണ്ടോ? ഫീൽഡ് വിസിറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോം വിസിറ്റ് ഉണ്ടോ?
ഇത് ഹോം വിസിറ്റ് ഉണ്ടോ, ഇത് ഫീൽഡ് വിസിറ്റ് അല്ലെങ്കിൽ ഇത് ഹോം വിസിറ്റ് ഫംഗ്ഷൻ അല്ലേ? അവ മറക്കരുത്. ഫസ്റ്റ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സബ് സെന്ററിന്റെ ഏറ്റവും മെയിൻ ഒരു ഫംഗ്ഷൻ ആണ്. ഇത് ഹോം വിസിറ്റ് അല്ലെങ്കിൽ ഇത് ഫീൽഡ് വിസിറ്റ് ചെയ്യാറുണ്ട്. അത് ഇമ്മ്യൂണൈസേഷൻ ഉണ്ടോ? അത് ഇമ്മ്യൂണൈസേഷൻ ഉണ്ടോ? ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. ആ സബ് സെന്ററിൽ ഇമ്മ്യൂണൈസ് ചെയ്യാറുണ്ട്. സബ് സെന്ററിൽ ഇമ്മ്യൂണൈസേഷൻ ചെയ്യാറുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്മാൾ ലബോറട്ടറി ഉണ്ടോ? സ്മാൾ സിമ്പിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ ഇതിന്റെ യൂറിന്റെ ഷുഗർ നോക്കാനും അന്ത ഹീമോഗ്ലോബിൻ നോക്കാനും അന്ത BP റെക്കോർഡ് ചെയ്യാനും എല്ലാം ഉള്ള കഴിവുണ്ടോ? ചെയ്യാറുണ്ടല്ലേ. വളരെ സ്മാൾ ഫങ്ഷൻസ് ഒക്കെ ആയ യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് BP ആൻഡ് വെയിറ്റ് നോക്കാറുണ്ടോ? ഉണ്ടല്ലേ. ആൻഡ് വെയിറ്റ് ആൻഡ് ഹീമോഗ്ലോബിൻ നോക്കാറുണ്ട്. ആൻഡ് ബെർത്തും ആൻഡ് ഡെത്ത് രജിസ്റ്റർ ചെയ്യാറുണ്ടോ? ആൻഡ് ബെർത്തും ആൻഡ് ഡെത്തും രജിസ്റ്റർ ചെയ്യാറുണ്ടോ സബ് സെന്ററിൽ? ഉണ്ടല്ലേ. അതും ഫംഗ്ഷൻ മറക്കുക. ഫംഗ്ഷൻ യെസ്. ഇത്രയും ക്ലിയർ ആയോടെ? ഇത്രയും ക്ലിയർ ആയോ? ഇവിടെ ചോദ്യമുണ്ട്. ഇവിടെ കേരള PC എക്സാമിന് പ്രീവിയസ് ചോദിച്ച ചോദ്യമുണ്ട്. സ്കൂൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ടോ? സ്കൂൾ ഹെൽത്ത് സർവീസ് കൊടുക്കാറുണ്ടോ? സബ് സെന്ററിൽ ഫംഗ്ഷൻ സ്കൂൾ ഹെൽത്ത് സർവീസസ്. സ്കൂൾ ഹെൽത്ത് സർവീസ്. സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ പോയി കൊടുക്കാറുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സ്കൂളിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ പോയി മെഡിസിൻസ് കൊടുക്കാറുണ്ട്. അതും ഒരു ഫംഗ്ഷൻ ആണ്. അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. സോ ഇത്രയും ക്ലിയർ ആയോടെ? ഒരു കാര്യം കൂടെ ഉണ്ട്. അന്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ടോ? മിക്കവാറും ഈ പറഞ്ഞ നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം സ്റ്റാഫുകളെല്ലാം ഇരുന്ന് ഈ പറഞ്ഞ പേഷ്യൻസിനെല്ലാം വിളിച്ചിരുത്തി ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ടോ? ഉണ്ടോ അവിടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ? സ്റ്റാഫുകളും അന്നത്തെ ഡോക്ടറും ചേർന്നിരുന്ന് അവിടെ വരുന്ന പേഷ്യൻസിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ടോ? അതും ഒരു ഫംഗ്ഷൻ ആണ്, മറക്കരുത്. അതും ചെയ്യാറുണ്ട്. സബ് സെന്റർ ലെവൽ അതും ചെയ്യാറുണ്ട്. ക്ലിയർ? ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോ? എത്രയും ക്ലിയർ ആയല്ലോ? അപ്പൊ ഇന്ന് സബ് സെന്ററും കഴിഞ്ഞു. ഇനി അറിയാതുണ്ട്. സബ് സെന്റർ കഴിഞ്ഞ അടുത്ത ഏതാ? അറ്റ് ദ PHSC ലെവലാണോ? സബ് സെന്റർ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആരാ? അറ്റ് ദ PHSC, ദ പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ലേ? ശരിയല്ലേ? അവിടെ വർക്ക് ഇറങ്ങിയുണ്ടോ? അറ്റ് PHSC വർക്ക് ഇറങ്ങിയുണ്ടോ ഇതിനകത്ത്? അറ്റ് PHSC വർക്ക് ഇറങ്ങിയുണ്ടോ ഇതിനകത്ത്? ഉണ്ട്. അതിന് വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പറയാം. ഉണ്ടോ? ഉണ്ട്. അറ്റ് PHSC ഉണ്ട്. ആലോചിക്കുക. അറ്റ് ദ സബ് സെന്റർ പോപ്പുലേഷൻ എത്ര പറഞ്ഞത്? ആലോചിക്കുക. അറ്റ് ദ സബ് സെന്ററിന്റെ പോപ്പുലേഷൻ അറ്റ് ദ ഹില്ലി ഏരിയ എത്ര പറഞ്ഞു? സബ് സെന്റർ പോപ്പുലേഷൻ അറ്റ് ദ ഹില്ലി ഏരിയ എത്ര പറഞ്ഞു? ഹില്ലി ഏരിയ 3000. അതേ സബ് സെന്ററിന്റെ പോപ്പുലേഷൻ ഇൻ ദ പ്ലെയിൻ ഏരിയ എത്ര പറഞ്ഞു? പ്ലെയിൻ ഏരിയ എത്ര പറഞ്ഞു? പ്ലെയിൻ ഏരിയ ആണെങ്കിൽ 5000 അല്ലേ? അടുത്തൊരു ചോദ്യം വരുന്നത് അറ്റ് ദ പ്രൈമറി ഹെൽത്ത് സെന്റർ അറ്റ് ദ PHSC ലെവലിലെ പോപ്പുലേഷൻ എത്രയാ? അറ്റ് ദ PHSC ലെവൽ പോപ്പുലേഷൻ എത്ര? ചോദ്യം കേരള PC റിപ്പീറ്റ് ക്വസ്റ്റൻ ആണ്. എത്രയാണ്? 20,000 തൊട്ട് 30,000 വരെ അല്ലേ? 20 തൊട്ട് 30,000 വരെ. മറക്കരുത്. അറ്റ് ദ PHSC ലെവൽ ചോദിക്കുകയാണെങ്കിൽ 30,000 പഠിക്കുക. കറക്റ്റ് 30,000 വരെ കൊടുക്കാറുണ്ട്. മറക്കരുത്. അറ്റ് ദ സബ് സെന്റർ അറ്റ് ദ പ്ലെയിൻ ഏരിയ എത്രയായിരിക്കും? അറ്റ് ദ സബ് സെന്റർ അറ്റ് ദ പ്ലെയിൻ ഏരിയ എത്രയാ? പ്ലെയിൻ ഏരിയ 5000 അല്ലേ? ആണോ? 5000. അതേ സബ് സെന്റർ അറ്റ് ദ ഹില്ലി ഏരിയ എത്ര? സബ് സെന്റർ അറ്റ് ദ ഹില്ലി 3000. അടുത്ത ചോദ്യം അറ്റ് ദ പ്രൈമറി ഹെൽത്ത് സെന്റർ എത്രയാ? 20,000 തൊട്ട് 30,000 ഓർമ്മിച്ചിരിക്കുക. 30,000 ഓർമ്മിച്ചിരിക്കുക. കാരണം എന്ന് പറയാം. ഈ 20 30,000 എന്ന് പറയുന്ന കാരണം ആർക്ക് പറയാം? നിങ്ങൾ എല്ലാവരും 20 30 പറഞ്ഞു. എല്ലാവരും 20 30 എന്ന് പറഞ്ഞു. ഇതേ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇല്ലേ? അത് നമുക്ക് ഇന്ന് ഹില്ലിയിൽ പറഞ്ഞൂടെ? അതും ഇൻ ദ ഹില്ലി ഏരിയയും സാധാരണ ജനറൽ കാര്യം പറഞ്ഞൂടെ? ഇൻ ദ പ്ലെയിൻ ഏരിയ പറഞ്ഞൂടെ? ആലോചിച്ച് നോക്കുക. ഇതേ ഇൻ ദ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കാര്യം, പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കാര്യം ഇൻ ദ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ എത്ര പോപ്പുലേഷൻ? ഇൻ ദ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ 30,000. മറക്കരുത്.
ഇതേ இந்த PHSയുടെ പോപ്പുലേഷൻ പ്ലെയിൻ ഏരിയ ആണെങ്കിൽ 30,000 ആൻഡ് ദ ഹില്ലി ഏരിയ ആണെങ്കിൽ 20,000. അങ്ങനെ പഠിക്കുക. അതായത് വെറുതെ 20 പഠിക്കില്ലേ, വെറുതെ 20,000 30 പഠിക്കേണ്ട ആവശ്യമില്ല. இந்த പ്ലെയിൻ ഏരിയ എത്ര, இந்த PHSയുടെ പോപ്പുലേഷൻ പ്ലെയിൻ ഏരിയ എത്ര, പ്ലെയിൻ ഏരിയ 30,000 ആൻഡ് ഹില്ലി ഏരിയ ആണെങ്കിലോ, ഹില്ലി ഏരിയ അല്ലെങ്കിൽ ഇത് ബാക്ക്വേർഡ് ഏരിയ പറയാറുണ്ട്. ഇത് ബാക്ക്വേർഡ് ഏരിയ ആണെങ്കിലും ഓർ ദ ട്രൈബൽ ഏരിയ ആണെങ്കിലും ഓർ ദ ട്രൈബൽ അല്ലെങ്കിൽ ബാക്ക്വേർഡ് അല്ലെങ്കിൽ ഇത് ഹില്ലി ഏരിയ ആണെങ്കിൽ 20,000. ക്ലിയർ 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 ആയല്ലോ? ഇല്ല ക്ലിയർ. ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ചോദ്യം എപ്പോഴും ഫസ്റ്റ് കണ്ട ക്വസ്റ്റ്യൻ അറ്റ് ദ സബ് സെന്ററിന്റെ അറ്റ് ദ പ്ലെയിൻ ഏരിയ എത്ര, അറ്റ് ദ സബ് സെന്ററിന്റെ അറ്റ് ദ പ്ലെയിൻ ഏരിയ പോപ്പുലേഷൻ എത്ര, സബ് സെന്ററിന്റെ അറ്റ് ദ പ്ലെയിൻ ഏരിയ പോപ്പുലേഷൻ 5,000. 5,000 അല്ലേ? 5,000 അല്ലേ? 5,000. അതേ സബ് സെന്ററിന്റെ അത് ഹില്ലി ഏരിയ എത്ര പോപ്പുലേഷൻ? ഇത് ഹില്ലി ഏരിയ 3,000. And the PHSയുടെ population at the plain area എത്രയാ? At the PHSയുടെ population at the plain area, at the plain area ആണ് 30,000. അതേ PHSയുടെ population at the hilly area ആണെങ്കിലോ, at the hilly area ആണെങ്കിലോ 20,000. Is that clear? Clear? Yes. ഇനി സ്റ്റാഫ് പാറ്റേൺ ചോദിക്കാറുണ്ട്. സ്റ്റാഫിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര സ്റ്റാഫിനോടെ എത്ര സ്റ്റാഫ് PHS എത്ര സ്റ്റാഫ് ഉണ്ടായിരിക്കും? The total staff in the primary health center എത്രയായിരിക്കും? At the total staff in the primary health center 13 പേരാണ് അല്ലേ? ശരിയല്ലേ? ആണോ? ആണ്. At the PHS സ്റ്റാഫ് പാറ്റേൺ നോക്കുമ്പോഴും നമുക്ക് അതിനെയും ടൈപ്പ് എ എന്നും ആൻഡ് ടൈപ്പ് ബി എന്നും തരംതിരിക്കാൻ പറ്റും. അതിൽ തന്നെ ടൈപ്പ് എയിൽ എത്ര വേണം? ടൈപ്പ് എയിൽ 13 ആൻഡ് ടൈപ്പ് ബിയിൽ 15 സ്റ്റാഫ് ഉണ്ട്. ആൻഡ് PHS സ്റ്റാഫ് പാറ്റേൺ 2 ടൈപ്സ് ഉണ്ട്. ആൻഡ് ടൈപ്പ് എ ആണ് എത്ര വേണം? ടൈപ്പ് എത്രയാണ്? ആൻസർ ആൻഡ് ടൈപ്പ് എത്ര? ടൈപ്പ് എ ആണെങ്കിൽ 13. ആൻഡ് ടൈപ്പ് ബി ആണെങ്കിലോ? അത് പറയാം. ആർക്ക് പറയാം? പറയണം. ചോദ്യം വരും. ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. അറ്റ് ടൈപ്പ് എ എത്ര പോലീസ് ഉണ്ട്? അറ്റ് ടൈപ്പ് എയിൽ സ്റ്റാഫ് പാറ്റേൺ എത്രയാ? 13. അറ്റ് ടൈപ്പ് ബി എത്ര? ടൈപ്പ് ബി ആണെങ്കിൽ 15. ടൈപ്പ് ബി ആണെങ്കിൽ 15. ഇനി ചോദിക്കുന്നത് സ്റ്റാഫ് പാറ്റേണിൽ ടോട്ടൽ എത്ര മെഡിക്കൽ ഓഫീസർ ഉണ്ട്? ടോട്ടൽ എത്ര മെഡിക്കൽ ഓഫീസർ ഉണ്ട്? എമ്മോ എത്ര ഉണ്ട്? എമ്മോ ഒരാളല്ലേ? ഒരൊറ്റ എമ്മോ ഉണ്ട്. ആൻഡ് ഫാർമസിയോ ഒരാളുണ്ട്. ഒരാളുണ്ട്. സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ അറ്റ് ടൈപ്പ് എയിലാണെങ്കിൽ എത്രയാണ്? അറ്റ് ടൈപ്പ് എയിലാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് 3 പേരുണ്ട്. അറ്റ് ടൈപ്പ് എയിലാണെങ്കിൽ 3 പേരും. സ്റ്റാഫ് നേഴ്സ് ഇൻ ദ ടൈപ്പ് ബി ആണെങ്കിലോ? ടൈപ്പ് ബി ആണെങ്കിൽ 4 പേരുമുണ്ട്. മറക്കരുത്. PHSയിൽ ഒരൊറ്റ മെഡിക്കൽ ഓഫീസർ, ഒറ്റ ഫാർമസിസ്റ്റ്. സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ അറ്റ് ടൈപ്പ് എയിലാണെങ്കിൽ 3 പേരും. ആൻഡ് ടൈപ്പ് ബിയിലാണെങ്കിൽ 4 പേരുണ്ട്. ഇത്ര പേരുള്ളൂ ഇവിടെ. ഇത്രേ ഉള്ളൂ. ഇത്ര ആൾക്കാരേ ഉള്ളൂ. ആൻഡ് ഫീമെയിൽ ഹെൽത്ത് വർക്കർ ഉണ്ടോ? ഫീമെയിൽ ഹെൽത്ത് വർക്കർ ഒരാളുണ്ടോ? ഫീമെയിൽ ഹെൽത്ത് വർക്കർ ഒരാളുണ്ട്. ആൻഡ് ഹെൽത്ത് അസിസ്റ്റന്റ് ഉണ്ടോ? ഹെൽത്ത് അസിസ്റ്റന്റ് എത്ര ഉണ്ടായിരിക്കും? ഫീമെയിൽ ആണെങ്കിൽ ഒരാള്, ആൻഡ് മെയിൽ ആണെങ്കിൽ ഒരാള്, ഫീമെയിൽ ആണെങ്കിൽ ഒരാള്, ആൻഡ് മെയിൽ ആണെങ്കിൽ ഒരാളുണ്ട്. ഇത്രയല്ലേ? ശരിയല്ലേ? ശരിയാണോ അല്ലയോ? ആലോചിച്ച് നോക്കിയേ. ഇത്രയോ? ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? PHS സ്റ്റാഫ് വേറെ ആരെങ്കിലും ഉണ്ടോ?
വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? ആൻഡ് ദ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടോ? ആൻഡ് ദ ക്ലീനിങ് സ്റ്റാഫ് എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഒരാൾ. അല്ലെങ്കിൽ സാനിറ്ററി വർക്കർ ഉണ്ടോ? അല്ലെങ്കിൽ സാനിറ്ററി വർക്കർ ഒരാളല്ലേ? സാനിറ്ററി വർക്കർ ഒരാളാണ്, ശരിയല്ലേ? ഒരാളാണ് ഉള്ളൂ, ഒരൊറ്റ ആളെ ഉള്ളൂ. ക്ലിയർ? അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം കൂട്ടി എത്ര കിട്ടും? ഇങ്ങനെയാണ് ടോട്ടലായിട്ട് എത്ര കിട്ടുന്നത്? 13 പേര് കിട്ടുന്നത്. ഇങ്ങനെയാണ് ടോട്ടലായിട്ട് 13 ആൾക്കാരെ കിട്ടുന്നത്. അപ്പോൾ ചോദിക്കുന്നത് ഇന്നത്തെ PHSCയിൽ അടുത്ത ടൈപ്പ് എയിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? ചോദ്യം അതായിരിക്കും. അന്നത്തെ PHSCയിൽ അടുത്ത ടൈപ്പ് എ എത്രയാണ്? 13. അന്നത്തെ PHSCയിൽ എന്ത് ടൈപ്പ് ബി ആണെങ്കിലോ? അന്നത്തെ ടൈപ്പ് ബി ആണെങ്കിൽ എത്രയുണ്ട്? 15. ക്ലിയർ? ഇതിൽ ഇതുവരെയായിട്ട് കേരള പി ചോദിച്ചത് ഇത് 13 ആട്ടോ. ഇതുവരെയായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ 13 ആ ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ? ആരും ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ? ഇതുവരെയായിട്ട് കേരള പി ചോദിച്ച ക്വസ്റ്റ്യൻ 13 യെസ്. ഇനി ഫംഗ്ഷൻ എന്തൊക്കെയാ? ഇനി ഫംഗ്ഷൻസ് ഓഫ് PHSC ഇപ്പൊ തീരും. ഫംഗ്ഷൻസ് ഓഫ് എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട്? അടുത്ത PHSCയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാ? ഫംഗ്ഷൻസ് എന്തൊക്കെയാ? ചോദ്യം വരും. അടുത്ത PHSCയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാ? എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ട്? ഇത് മെഡിക്കൽ കെയർ ഉണ്ടോ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് മെഡിക്കൽ കെയർ ഉണ്ടോ? ഉണ്ട്. അടുത്ത മെറ്റേണൽ ആൻഡ് ദ ചൈൽഡ് ഹെൽത്ത് കെയർ ഉണ്ടോ? അടുത്ത മെറ്റേണൽ ആൻഡ് ദ ചൈൽഡ് ഹെൽത്ത് കെയർ. ഫാമിലി കെയർ ഉണ്ടോ? ഫാമിലി ഉണ്ട്. ഇവയെല്ലാം ഒഴിച്ചൊരു ഇമ്പോർട്ടന്റ് കാര്യം, the safe water and the sanitation program ഉണ്ടോ? the safe water supply. ഇവർ എന്തോ ഒരു സംഭവം കൊണ്ട് എന്ത് കിണർ ചെയ്യാറുണ്ട്. അറിയാമോ? ആർക്കാരും അറിയാമോ? എന്ത് ആ ഒരു ചുറ്റുപരിധിയിലുള്ള കിണറിനെ വെള്ളം ചെക്ക് ചെയ്യാറുണ്ടോ ഇവർ? അത് PHSC ലെവൽ ഇത് ക്ലോറിനേഷൻ ചെയ്യാറുണ്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ അത് ക്ലോറിനേഷൻ കാര്യം ഉണ്ടോ? എവിടെ ഉണ്ടോ? ഉണ്ട്. സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അത് ക്ലോറിനേഷനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഈ ഫംഗ്ഷൻ എവിടെ വരും ഓർമ്മിച്ചാൽ മതി. ഫംഗ്ഷൻ എവിടെ വരും? ക്ലോറിനേഷൻ എവിടെ വരും? ക്ലോറിനേഷൻ എവിടെ വരും? അത് PHSC ലെവലിലെ PHSC ലെവലാണ് ഇത് ക്ലോറിനേഷൻ വരുന്നത്. ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാറുണ്ടോ? ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പ്രിവെൻഷൻ ചെയ്യുന്നത് എവിടെയാ? അത് PHSC ലെവലിലെ ആണ്. യെസ്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ആൻഡ് ഫീമെയിൽ ഹെൽത്ത് വർക്കർ ട്രെയിനിങ് ചെയ്യുന്ന ആരാ? ആൻഡ് ഫീമെയിൽ ഹെൽത്ത് വർക്കർ ആയാലും ലോക്കൽ ഡൈസ് ആയാലും ഹെൽത്ത് അസിസ്റ്റന്റ് ആയാലും അവരെല്ലാം സർവീസിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കുന്നവരാ. ട്രെയിനിങ് കൊടുക്കുന്നവർ ഇവിടെ വച്ചല്ലേ? യെസ്. എല്ലാവരും ഇവിടെ വച്ചല്ലേ? യെസ്. ഇനി ഈ പറഞ്ഞ എല്ലാ നമ്മുടെ ഇന്ത്യയിലുള്ള ടോട്ടൽ ഈ പറഞ്ഞ എല്ലാ നാഷണൽ ഹെൽത്ത് സംഭവങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഇവിടെയല്ലേ? കംപ്ലീറ്റ് ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന എവിടെയാ? ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കംപ്ലീറ്റ് ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന എവിടെ വെച്ചാൽ ഇൻ ദ PHSC ലെവലിൽ വെച്ചാണ്. മാത്രമല്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ലബോറട്ടറി സർവീസസും ഇവർ കൊടുക്കാറുണ്ട്. ഈസ് എ ക്ലിയർ? എല്ലാം ക്ലിയർ ആയോ? സോ ഇൻ ദ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന ടോപ്പിക് ക്ലിയർ ആയ എല്ലാവർക്കും ഇന്ന് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന ടോപ്പിക് ക്ലിയർ ആയോ? അല്ല ഏറ്റവും ആദ്യം ആരാ പഠിച്ചത്? ആര് പഠിച്ചു? ആലോചിച്ച് പറയുക. ഫസ്റ്റ് ആരാ പഠിച്ചു? ഏറ്റവും ആദ്യം അത് വില്ലേജ് ഹെൽത്ത് കെയർ പഠിച്ചല്ലേ? വില്ലേജ് ഹെൽത്ത് കെയർ പഠിച്ചോ? ഓർമ്മയുണ്ടോ? വില്ലേജ് ഹെൽത്ത് കെയർ പഠിച്ചോ? അതെവിടെ വരുന്നത്? അതെവിടെ വരും? വില്ലേജ് ലെവലല്ലേ? വില്ലേജ് ലെവൽ വില്ലേജ് ഹെൽത്ത് കെയർ പഠിച്ചു. വേറെ ആരെ പഠിച്ചു?
ആശാ വർക്കറിനെ പഠിച്ചു അല്ലെ. അറ്റ് ദ വില്ലേജ് ലെവൽ ആശാ വർക്കറിനെ പഠിച്ചു. അതേ വില്ലേജിൽ വേറെ പഠിച്ചു, വേറെ ആരെ കുറിച്ച് പഠിച്ചു? അംഗൻവാടി വർക്കറിനെ കുറിച്ച് പഠിച്ചു. വേറെ ആരെങ്കിലും ഉണ്ടോ? ലോക്കൽ ഡായ്സ് അല്ലെ, അവരെ കുറിച്ച് പഠിച്ചു. വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ആലോചിച്ച് പറയും. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത്രേ ഉള്ളൂ. എത്ര സബ്സെറ്റിൽ ആരുണ്ട്? അടുത്ത് സബ്സെറ്റിൽ ആരുണ്ട്? സബ്സെറ്റിൽ ആരാ ഉള്ളത്? സബ്സെറ്റിൽ ആരാ ഉള്ളത്? ടു ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാ? ടു ടൈപ്സ് ഉണ്ട്. സബ്സെറ്റ് എ ഉണ്ട്, അന്ന് ബി ഇല്ലേ? എ ഉണ്ട്, ബി ഉണ്ട്. എയും ഉണ്ട്, ബിയും ഉണ്ട്. സ്റ്റാഫ് പാറ്റേൺ എങ്ങനെയാ? സ്റ്റാഫ് പാറ്റേൺ എങ്ങനെയാ? അത് സബ് സെൻട്രൽ ലെവൽ സ്റ്റാഫ് പാറ്റേൺ എങ്ങനെയാ? സ്റ്റാഫ് എങ്ങനെ? സ്റ്റാഫ് മൊത്തം എത്രയാ? മൊത്തം സ്റ്റാഫ് 3 അല്ലേ? 3 അല്ലേ? 3 അല്ലേ? 3 സ്റ്റാഫ്. ഏതൊക്കെയാ? 3 ആരൊക്കെ ഉണ്ട്? ഒന്ന് ഫീമെയിൽ ഹെൽത്ത് വർക്കർ ഒരാൾ അല്ലെ, ഫീമെയിൽ ഹെൽത്ത് വർക്കർ ഒരാൾ, മെയിൽ ഹെൽത്ത് വർക്കർ ഒരാൾ, സ്റ്റാഫ് നേഴ്സ് ഒരാൾ അല്ലെ. സ്റ്റാഫ് നേഴ്സ് ഒരാളുണ്ട്. സ്റ്റാഫ് നേഴ്സ് ഒരാളുണ്ട്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇനി ആരെ പഠിച്ചു? ഇനി ആരെയാ പഠിച്ചത്? ഇനി ആരെ പഠിച്ചു? അത് PHSC. അത് PHS സ്റ്റാഫ് ഉണ്ട്. അത് PHS സ്റ്റാഫ് പാറ്റേൺ എങ്ങനെയാ? അത് PHS സ്റ്റാഫ് പാറ്റേൺ ടോട്ടൽ സ്റ്റാഫ് അറ്റ് സബ് സെന്റർ എ ആണെങ്കിൽ, അറ്റ് PHS ലെവൽ ഫസ്റ്റ് എ ആണെങ്കിൽ എത്രയായിരിക്കും ഇവിടെ? എ ആണെങ്കിൽ, ഈ എ ആണെങ്കിൽ 13, ബി ആണെങ്കിൽ 15 അല്ലേ? 13, 15. എത്ര മെഡിക്കൽ ഓഫീസർ ഉണ്ട്? എത്ര മെഡിക്കൽ ഓഫീസർ ഉണ്ട്? ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു ഫാർമസിസ്റ്റ്, സ്റ്റാഫ് നേഴ്സ്. അത് എ ആണ് എത്ര? അത് എ ആണെങ്കിൽ 3, ബി ആണെങ്കിൽ 4 അല്ലേ? അന്ന് ഫീമെയിൽ ഹെൽത്ത് വർക്കർ എത്രയാണ്? ഫീമെയിൽ ഹെൽത്ത് വർക്കർ ആണെങ്കിൽ ഒരാളുണ്ട്. അന്ന് ഫീമെയിൽ ഹെൽത്ത് അസിസ്റ്റന്റ് ആണെങ്കിലോ? അസിസ്റ്റന്റ് ഇത് മെയിലും ഒരാൾ അല്ലേ? അത് മെയിൽ ഒരാൾ, ഫീമെയിൽ ഒരാൾ. ആൻഡ് സാനിറ്ററി വർക്കർ എത്രയുണ്ട്? സാനിറ്ററി വർക്കർ ഒരാൾ. എല്ലാം കൂടി ചേർത്തിട്ട് 13. യെസ്, ക്ലിയർ ഫോർ ആൾ. എല്ലാവർക്കും ഇത് പ്രൈമറി ഹെൽത്ത് ടോപ്പിക് ക്ലിയർ ആയി? ഒരു ടോപ്പിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഈ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് കെയർ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. നമ്മുടെ ഇന്ത്യയിൽ ഇത് പ്രൈമറി ഹെൽത്ത് കെയർ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ആയോ? ഒരു ചോദ്യം വെച്ച് എഴുതും. ഒന്നല്ല, ഇത് 2 ചോദ്യം വെച്ച് എഴുതോടെ? എഴുതും എല്ലാവരും. യെസ്. സോ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ കാണാം. ടുമോറോ ദ ഫസ്റ്റ് എക്സാം ഞാൻ സമയം കുറിപ്പ് ഇടും. ബാക്കി അവിടെ വെച്ച് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു.